ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. എല്ലാ യതീശ്വരന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. 9-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായം വേദശാസ്ത്രങ്ങളിലൊക്കെ നല്ല അറിവ് സമ്പാദിച്ചിരുന്ന സൂര്യവംശത്തിലെ വളരെ പ്രസിദ്ധനും പ്രമുഖനുമായ ഒരു രാജാവിൻ്റെ കഥയാണ്. അതാണ് ശര്യാതി രാജാവ്. ശര്യാതി രാജാവിൻ്റെ ഏക പുത്രനും പുത്രിയായിട്ടുണ്ടായ കുട്ടിയാണ് സുകന്യ. പേര് പോലെ തന്നെ ആ കുട്ടിയുടെ സ്വഭാവം സുകന്യ, നല്ല സ്വഭാവമുള്ള കന്യ എന്നർത്ഥം. മഹാരാജാവ് രാജാക്കന്മാരുടെ പല വ്യസനങ്ങളിൽ ഒന്നാണ് നായാട്ട്. ഇടയ്ക്കിടയ്ക്ക് നായാട്ടിന് പോകും. അങ്ങനെ നായാട്ടിന് പോകുമ്പോൾ ഇന്നത്തെ മാതിരിയല്ല അന്നത്തെ നായാട്ട്. അന്ന് കാട് കൂടുതലും നാട് കുറവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കവങ്ങാട് മണ്ണാർക്കാട് ഭാഗത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങി വരണതാണ് അല്ലേ? കാടൊക്കെ നമ്മൾ കയ്യേറിയുണ്ട്. ഇതുമാതിരി കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇറങ്ങി വരും. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, കൃഷിയൊക്കെ നശിപ്പിക്കും. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടി ഒന്ന് കാടിളക്കുക, ഇതാണ് പണ്ടത്തെ നായാട്ടിൻ്റെ ഒരു സമ്പ്രദായം. അല്ലാതെ മൃഗങ്ങളെ ദ്രോഹിക്കലല്ല എന്നർത്ഥം. അതിലറിയാണ്ട് 1-2 മരിച്ചു എന്ന് വരാം. ഇതുപോലെ രാജാവ് ഇടയ്ക്ക് നായാട്ടിന് പോകും. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം മകൾ പറഞ്ഞു, എനിക്കും അച്ഛാ കാട്ടിൽ വന്ന് കാനനഭംഗിയും പ്രകൃതി ഭംഗിയൊന്നും കണ്ടാൽ ആസ്വദിച്ചാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, അതിനെന്താ, തോഴിമാരോടുകൂടി ഞങ്ങളുടെ കൂടെ വന്നോളൂ. യവനയുക്തയായ ദേവി കന്യക സുകന്യ സുഹൃത്തുക്കളോടുകൂടി മഹാരാജാവും പരിവാരങ്ങളും ഒക്കെ കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. ക്രൂരമൃഗങ്ങളൊന്നുമില്ലാത്ത അപകടങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് സുകന്യയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് കാനനഭംഗി കണ്ടോളൂ എന്ന് പറഞ്ഞു. മഹാരാജാവും പരിവാരങ്ങളൊക്കെ മൃഗങ്ങളെ ഓടിച്ചുകൊണ്ട് കാട്ടിൻ്റെ ഉള്ളിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞ് പോയ സമയത്ത് അതുവരെ ഇല്ലാത്ത ചില ബുദ്ധിമുട്ടുകൾ ഈ രാജാവിനും പരിവാരങ്ങൾക്കും. അവർക്ക് മലമൂത്ര വിസർജനങ്ങൾക്ക് തടസ്സം നേരിട്ടു. അപ്പോൾ മഹാത്മാവായ ച്യവന മഹർഷി ആ കാട്ടിൽ തപസ്സിരിക്കേണ്ടതെന്നും മഹാത്മാക്കൾക്ക് അറിഞ്ഞോ അറിയാണ്ടോ ചെയ്യുന്ന ആപത്ത്, ദുഃഖക്ലേശങ്ങൾ അത് സർവർക്കും സമഷ്ടിക്ക് മുഴുവൻ ബാധിക്കും എന്നൊക്കെ അറിയാം മഹാരാജാവിന്. മഹാത്മാവിൽ ശ്രദ്ധയുള്ള അദ്ദേഹം പരിവാരങ്ങളോടും തിരിച്ചു വന്ന് കുട്ടികളോടൊക്കെ ചോദിച്ചു, ച്യവന മഹർഷിക്ക് നിങ്ങൾ ആരെങ്കിലും അപരാധം ചെയ്തുവോ? ഈ കുട്ടികൾക്ക് വാസുല അറിഞ്ഞില്ല. എന്താ ഉണ്ടായത് സത്യസന്ധമായ കുട്ടികൾ പറഞ്ഞു. സുകന്യയും കുട്ടികാരൊക്കെ കൂടിയിട്ട് അങ്ങനെ കാട്ടിൽ മരങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു ചിതൽപ്പുറ്റ് കാണാനിടയായി. ആ ചിതൽപ്പുറ്റിൽ നിന്ന് 2 ദ്വാരങ്ങളിലൂടെ ഓരോ തേജസ് ഇങ്ങനെ വരും. ഒരു പ്രകാശത്തിൻ്റെ ചെറിയൊരു രശ്മി ഇങ്ങനെ വരണു. കുട്ടികൾക്ക് കൗതുകം തോന്നി. എന്തോ കാട്ടിൽ കിട്ടിയ മുള്ളെടുത്തിട്ട് ആ പ്രകാശം വരുന്ന ദ്വാരങ്ങളിൽ കുത്തി, കൗതുകം കൊണ്ട്. ഇത്രയും ഉണ്ടായത്. പക്ഷേ അത് കുത്തിയത് ആ ച്യവന മഹർഷിയുടെ കണ്ണിലാണ് കൊണ്ടതേ. ചിതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ സമാധിസ്ഥനായിരുന്ന ച്യവന മഹർഷിയായിരുന്നു. അതവരറിഞ്ഞില്ല. കണ്ണിന്ന് ചോര വരാൻ തുടങ്ങി, പ്രകാശം നിന്നു ചോര വരാൻ തുടങ്ങി. മഹർഷി ശപിച്ചതൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിനെ ദ്രോഹിച്ചതിൻ്റെ ആ പ്രവൃത്തിയുടെ ഫലം ആ രാജാവിനും പരിവാരങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടു. കുട്ടികളിത് പറഞ്ഞതും മഹാരാജാവിനാകെ പരിഭ്രമായി, ഭയായി, സങ്കടമായി, ദുഃഖമായി, വിഷമായി. വേഗം പുറ്റൊക്കെ പൊളിച്ചു നോക്കുമ്പോൾ ച്യവന മഹർഷിയാണ്. അതിൻ്റെ കൽക്കൽ വീണു, മാപ്പ് പറഞ്ഞു. കുട്ടി അറിയാണ്ട് ചെയ്ത അപരാധമാണ്, അതുകൊണ്ട് ശപിക്കരുത്, വംശം ഒടിഞ്ഞു പോകും ശപിച്ച, അല്ലേ? അങ്ങനെയൊന്നും അരുത് എന്ന് പറഞ്ഞ് കാൽക്ക പിടിച്ച് അനുഗ്രഹം ചോദിച്ചു. മഹർഷി മനസ്സിലാക്കി ഇത് മനഃപൂർവ്വം ചെയ്തല്ല, അങ്ങനെ അറിയാണ്ട് പറ്റിയതാണ്. പക്ഷേ ദൈവഹിതം ആയിരുന്നു അതെന്ന് വേണം പറയാൻ. എന്താ കാരണം? ആ ച്യവന മഹർഷിയെക്കുറിച്ച് പറയുക, വയസ്സ് എഷ്യയുണ്ട്, ഏറെയുണ്ട്, അതിനൊരു സൗന്ദര്യവും ഇല്ല എന്നർത്ഥം. മഹാകോപിഷ്ടനുമാണ് അദ്ദേഹം. ഇത്ര കോപമുള്ളൂ എന്ന് പറയാൻ വയ്യ എന്നർത്ഥം. അങ്ങനെയുള്ള ആ മഹർഷിക്ക് ഈ സുകന്യയെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നു അവസാനം. അതെന്താ? മഹർഷി പറഞ്ഞു, ഞാൻ ശപിക്കണമൊന്നുമില്ല, പക്ഷെ ആരപ്പെ ഇതിന് ഉത്തരവാദി? ഈ കാട്ടിൽ അന്ധനും വൃദ്ധനും ആയ എന്നെ ശുശ്രൂഷിക്കാൻ ആരാപ്പുള്ളത്? ഇതിന് ഉത്തരവാദി സ്വന്തം മകൾ തന്നെയാണ് പറഞ്ഞു.
എന്നാൽ മകളെ എനിക്ക് വിവാഹം ചെയ്തെന്നോളൂ എന്ന് പറഞ്ഞു, എന്നെ ശുശ്രൂഷിക്കാൻ. രാജാവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറുത്ത് പറഞ്ഞാൽ ശാപം ഉണ്ടാവും എന്ന് ഉറപ്പാ, അല്ലേ? അപ്പോൾ നോക്കൂ, ദൈവഹിതം എന്ന് പറയണതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേരുന്ന ഭർത്താവും ഭാര്യയൊക്കെ ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയാൽ കുടുംബ പ്രശ്നങ്ങളില്ലാണ്ടാവും. ആദ്യം പഠിപ്പിക്കണത് യഥാർത്ഥ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ. ആട്ടെ, സുകന്യ അത് ഈശ്വരേച്ഛയായിട്ട് തൻ്റെ യോഗം അതാണെന്ന് ആ സുകന്യ അതിനങ്ങോട്ട് എടുത്തു, അങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തു നടത്തം. പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം എന്താ? ആക്സെപ്റ്റൻസ് ഇല്ല, എക്സ്പെക്റ്റേഷൻസാണ്, പ്രതീക്ഷകളാണ്, അല്ലേ? ഭർത്താവിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ടാണ് ഭർത്താവുമായി കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നത് ഭാര്യയോട് പല പ്രതീക്ഷകളും വെച്ചുകൊണ്ടാണ് ഭർത്താവ് കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നത്, അല്ലേ? അപ്പോൾ എത്രത്തോളം കാലമാണ് ആ ബന്ധം നന്നായി നിലനിൽക്കുക? ആ പ്രതീക്ഷകൾ പൂർത്തീകരിക്കുന്നിടത്തോളം കാലം, ശരിയല്ലേ? ആ പ്രതീക്ഷകളെ എപ്പോൾ പൂർത്തീകരിക്കേണ്ടായോ, എക്സ്പെക്റ്റേഷൻ എവിടെ ഉണ്ടോ അവിടെ ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രം. മറിച്ച് എന്താ വേണ്ടത്? വിവാഹത്തിന് തലേനാൾ നടത്തുന്ന ഹോമത്തിൽ ഈ പ്രതീക്ഷകളെ ഹോമിക്കുകയാണ്, രാജഹോമത്തിൽ. അതുവരെയുള്ള മുൻവിധികളും പ്രതീക്ഷകളൊക്കെ ഹോമിച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ മനസ്സോടുകൂടി, പുതിയ എഴുതാത്ത സ്ലേറ്റ് പറയില്ലേ, ക്ലീൻ സ്ലേറ്റ് പോലെ ഇരുകൂട്ടരും പരസ്പരം എല്ലാവർക്കും അവരുടേതായ പ്ലസും മൈനസും ഉണ്ടാവും, കുറ്റവും കുറവുണ്ടാവും, അല്ലേ? അതേപടി അറിയാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസിക അവസ്ഥയെ സജ്ജമാക്കുകയാണ്. അങ്ങനെ വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. ഇത് വളരെ മുഖ്യ വിഷയം. സുകന്യ അത് തിരിച്ചറിഞ്ഞു. എൻ്റെ യോഗം അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം, എനിക്ക് എത്രയോ രാജകുമാരന്മാരോട് സുഖമായി കുടുംബജീവിതം നയിക്കാമല്ലേ, പക്ഷേ ഇങ്ങനെ കാട്ടിൽ വരാനും എത്രയോ കാലം അച്ഛൻ വന്നിട്ടുണ്ട്, ഇത് അപ്പോഴൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വരാനും ഇതൊക്കെ ഈ മഹർഷിയെ അറിയാതെ ഇങ്ങനെ കുത്തിപ്പൊട്ടിക്കാനും ഇതൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് ശിരസാവഹിച്ചു ഈശ്വരേച്ഛയായിട്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ സങ്കടപ്പെടണ്ട, തൻ്റെ വംശം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇദ്ദേഹത്തിനെ സന്തോഷത്തോടുകൂടി വിവാഹം കഴിച്ച് ശുശ്രൂഷിച്ചു കൊള്ളാം. അച്ഛന് മകളെ സമ്മതിച്ചെങ്കിലും അച്ഛന് വിഷമമുണ്ടായി. അവസാനം നിവൃത്തിയില്ലാതെ സുകന്യയെ വിവാഹം കഴിച്ചു കൊണ്ട ഗതികേട് വന്നു രാജാവിന്. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയെങ്കിലും രാജാവ് അവിടെ സന്തോഷത്തോടെയല്ല കഴിഞ്ഞത്. കാരണം എന്താ? കുട്ടി കാട്ടിലേക്ക് കാട് കാണാൻ വന്നിട്ട് അവസാനം ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നുല്ലോ എന്നുള്ള വിചാരം. പക്ഷേ സുകന്യ അതിബുദ്ധിമതിയായിരുന്നു. പതിവ്രത രത്നം എന്നാണ് പറയണത്. ഇതാണ് നമ്മുടെ ഭാരതത്തിലെ സ്ത്രീ സങ്കല്പം. ഭർത്താവ് പ്രത്യക്ഷ വിഷ്ണു എന്നാണ്, മഹാവിഷ്ണു എന്നാണ്, സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഭാര്യ എന്നാണ്. അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മുടെ മോഡേൺ ഈ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറ് കൊണ്ട് ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ നിന്ന് പോവുക. അതിൻ്റെ ദോഷങ്ങളാണ് സമാജം ഏറെ അനുഭവിക്കുന്നത്. അറിഞ്ഞോ അറിയാണ്ടൊരു കുട്ടി ഉണ്ടായിട്ട് അവസാനം ആ കുട്ടിയെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടം പോലെ സന്തോഷമായിട്ട് പിന്നെ ജീവിക്കുക, അല്ലേ? ആലോചിച്ച് നോക്കൂ. സുകന്യ ഭർത്താവിനെ ഈശ്വരബുദ്ധിയോടുകൂടി ശുശ്രൂഷിച്ചു. നോക്കണം, നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ തന്നെ നല്ല പാടുണ്ട്, അല്ലേ? അപ്പോൾ മുൻകോപിയായിട്ടുള്ള ഒരാളെ സന്തോഷിപ്പിക്കാനോ? മാത്രമല്ല, ച്യവന മഹർഷി ഇവളെ പരീക്ഷിച്ചു അത്രേ. ഇവൾ ശരിക്കും എന്നെ ആത്മാർത്ഥമായി സേവിക്കുകയാണോ, അതോ പുറത്തേക്ക് ഇങ്ങനെ കാണിക്കണ്ടല്ലോ, ഒരു ഷോ ഓഫ് ഒക്കെ ഉണ്ടല്ലോ, പുറത്തേക്ക് എങ്ങനെ കാണിക്കാമല്ലോ, സ്നേഹമൊക്കെ ബഹുമാനമൊക്കെ ഉള്ളതായിട്ട്, അങ്ങനെയാണോ? പല പല പരീക്ഷണങ്ങൾ നടത്തിയതാണ്. പക്ഷേ ആത്മാർത്ഥമായിരുന്നു സുകന്യയുടെ സ്നേഹവും ആദരവും ശുശ്രൂഷയും എന്ന് കണ്ട മഹർഷിക്ക് അവളിൽ അങ്ങേറ്റത്തെ പ്രീതിയുണ്ടായി, കാരുണ്യമുണ്ടായി, വാത്സല്യമുണ്ടായി, ദയയുണ്ടായി, അനുഗ്രഹ ബുദ്ധിയുണ്ടായി എന്നർത്ഥം. അതിൻ്റെ ഫലം എന്തായി? ആ വയസ്സനോടുള്ള ജീവിതം അധികകാലം വേണ്ടി വന്നില്ല. ച്യവന മഹർഷി ദേവവൈദ്യന്മാരായ അശ്വിനികുമാരന്മാരെ ധ്യാനിച്ചു വരുത്തിയവിടെ. അശ്വിനികുമാരന്മാരോട് പറഞ്ഞു, നോക്കൂ, ഈ രാജകന്യക ഇങ്ങനെ അബദ്ധത്തിൽപ്പെട്ടതാ, അവിടെ കാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറ്റിയതാ. പക്ഷേ അവൾ ആത്മാർത്ഥമായി എന്നെ അംഗീകരിച്ചു, സ്വീകരിച്ചു, ശുശ്രൂഷിച്ചു. അതുകൊണ്ട് അവൾക്ക് ഒരു സാധാരണ ഒരു യുവാവായ രാജകുമാരനെ കല്യാണം കഴിച്ച് പോയ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഒരു കുടുംബജീവിതത്തിലുണ്ടാവുമോ അതൊക്കെ അനുഭവിപ്പിച്ചു കൊടുക്കണം. അതിനോ എൻ്റെ ഈ രൂപമൊക്കെ ഒന്ന് മാറ്റിത്തരണം, എനിക്ക് നല്ല സൗന്ദര്യമുള്ള നല്ല യുവ ശരീരം തരണം. അതിന് പകരമായിട്ട് ഈ അശ്വിനി ദേവതകൾക്ക് ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞു മഹർഷി. അശ്വിനി ദേവതകൾക്ക് ദേവേന്ദ്രൻ വിലക്ക് കൽപ്പിച്ചു. എന്താ? യാഗങ്ങളിൽ യജ്ഞം യാഗം നടത്തുന്ന സമയത്ത് ഇന്ദ്രന് ഹവിസുണ്ട്.
ഇന്ദ്രൻ്റെ ഒപ്പം ദേവലോകത്തുള്ള ദേവന്മാരാണെങ്കിലും ദേവവൈദ്യന്മാരായതുകൊണ്ട് അവർക്കൊപ്പിരുന്ന് സോമപാനം ചെയ്യാൻ പാടില്ല. അപ്പോൾ മഹർഷി പറഞ്ഞു, ഞാൻ യാഗം നടത്തിയിട്ട് ഇന്ദ്രൻ്റെ ഒപ്പം അങ്ങേ നിങ്ങളെ ആവാഹിച്ചിട്ട് നിങ്ങൾക്ക് സോമപാനം തരാം. ഓ, അതൊരു വലിയ അംഗീകാരമാണല്ലോ. ആട്ടെ, സന്തോഷമായി. അവരെന്ത് ചെയ്തു? ച്യവന മഹർഷിയും കൂട്ടി ഒരു ദിവ്യമായ ജലാശയത്തിൽ പോയി മുങ്ങി. കുളിച്ച് കയറി വന്നപ്പോൾ 3 ദേവതുല്യന്മാരായ സുന്ദരന്മാരാ. സുകന്യോട് പറഞ്ഞു, ഇതിൽ 3-ൽ ഒരാൾ നിൻ്റെ ഭർത്താവാ, സ്വീകരിച്ചോളൂ, മാലയിട്ടിടുന്നു. 3 ആളും കണ്ട ഒരുപോലെ ഉണ്ടാ. മാലയിടുമ്പോൾ ആൾ മാറിയ പതിവ്രത്യം പോവില്ലേ? പതിവ്രതാരത്നമായ ദേവി വീണ്ടും ദേവന്മാരെ തന്നെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. തത്സമയം ദേവന്മാർ അനുഗ്രഹിച്ചു. ച്യവന മഹർഷി ദേവിക്ക് കൊടുത്ത് ദമ്പതികളെ അനുഗ്രഹിച്ച് അവർ പോകാനിട വന്നു എന്നാണ്. അപ്പം ഈ സുകന്യയുടെ സ്വഭാവശുദ്ധി, ഭർത്താവിനെ ഈശ്വരബുദ്ധിയാ ശുശ്രൂഷിക്കണം, ഇത് വളരെ മുഖ്യമായ വിഷയം എന്നർത്ഥം അല്ലേ? എന്താണ് ശരിക്കും നമ്മുടെ തപസ്? നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയണു തപസ്സാണ് എല്ലാത്തിലും മുഖ്യമായിട്ടുള്ളത്. ഏറ്റവും വലിയ തപസ് സ്വധർമാനുഷ്ഠാനമാണെന്നാണ് പറയാം. സ്വധർമാനുഷ്ഠാനം പരമം തപഃ. തപസ്സിന് പല പല നിർവചനങ്ങളും പലയിടത്തും നമുക്ക് വായിക്കാം. എങ്കിലും പ്രായോഗിക ജീവിതത്തിൽ നമുക്കൊക്കെ അനുഷ്ഠിക്കാവുന്ന, ആർക്കും ഏത് സാഹചര്യത്തിലും അനുഷ്ഠിക്കാവുന്ന ഒരു തപസ്സാണ് ഏത്? സ്വധർമ്മ അനുഷ്ഠാനം. അപ്പോൾ ധ്രുവൻ്റെ തപസ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാട്ടിൽ പോയി ചെയ്ത കഷ്ടപ്പാടും തപസ്സൊന്നും നമുക്കാവില്ല കാലത്ത്. പ്രത്യേകിച്ചും അവനവൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ആത്മാർത്ഥമായി ഈശ്വരപൂജയായി ഈശ്വര ആരാധനയായി ഭഗവാൻ സന്തോഷിക്കുന്ന സങ്കല്പത്തോടുകൂടി നാം ചെയ്താൽ അതൊക്കെ തപസ്സായി, ഒന്നാന്തരം ആധ്യാത്മിക സാധനയായി, മനഃശുദ്ധിക്കുള്ള ഒന്നാന്തരം മാർഗമായി, ഭഗവാനെ അടയാനുള്ള ഉത്തമമായിട്ടുള്ളൊരു അനുഷ്ഠാനമാണ്. ഭഗവത് പ്രാപ്തിയാണ് എല്ലാവരും ലക്ഷ്യം. ഏത് ആശ്രമിയായാലും വിരോധമില്ല, ഏത് വർണ്ണിയായാലും വിരോധമില്ല. എല്ലാവരും ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ്, ശാശ്വത ശാന്തിയാണ് അല്ലേ? അതിന് വേണ്ട എന്താ? മനഃശുദ്ധിയാണ്. മനഃശുദ്ധി ഉണ്ടാവണമെങ്കിലോ സ്വധർമ്മേണ ഹരിതോഷണം എന്നാണ് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. തൻ്റെ കർത്തവ്യത്തെ, സ്വധർമ്മ പരിപാലനത്തെ വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, അത് ഭഗവത് പ്രീതികരമായി തീരണം. ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം അഹമിതം പൂജാം കരിഷ്യേ. പരമേശ്വര പ്രീതിക്ക് വേണ്ടി ഞാൻ ഈ പൂജ ചെയ്യുന്നു എന്ന സങ്കല്പം ചെയ്ത് എപ്രകാരമാണോ വൈദികമായ പൂജാതി കർമ്മങ്ങളൊക്കെ നാം അനുഷ്ഠിക്കുക, ആ കണക്കെ ആ ഭാവത്തിൽ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്യണം എന്നാണ്. അത് തപസ്സാണ്. സ്വധർമാനുഷ്ഠാനം തപസ്സാണ്. അപ്പോൾ ഒരു ഭാര്യയുടെ തപസ്സെന്താ? ഭർത്താവിനെ ഈശ്വരബുദ്ധിയെ ശുശ്രൂഷിക്കുക. ഭാഗവത്തിൽ നമുക്ക് കേൾക്കാം, ഭഗവാനെ കാണാൻ വേണ്ടി ആ ബ്രാഹ്മണരുടെ, യാഗം നടത്തുന്ന ഭക്തിയില്ലാത്ത ബ്രാഹ്മണരുടെ ഭാര്യമാർ ഓടി വരും അല്ലേ? അവരൊക്കെ വിലക്കിട്ടും ഭഗവാൻ ചോറിന് കൂട്ടുകാരെ അയച്ച സമയത്ത് ഭഗവാൻ അവരെയൊക്കെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഭഗവാൻ ശാപ്പാടൊക്കെ എല്ലാവരും നിറച്ച് വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പോകാൻ ഇഷ്ടമില്ല. ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊന്നും പറ്റില്ല, മടങ്ങിപ്പോണ്ടേ, നിങ്ങൾ ഗൃഹസ്ഥന്മാരല്ലേ, നിങ്ങളുടെ ഭർത്താക്കന്മാരില്ലേ ഇവിടെ, മടങ്ങിപ്പോകൂ. പതി സ്ത്രീഭിർ നഹാതവ്യ. ഒരു കാരണവശാലും ആരോഗ്യമില്ലാത്തവനാണോ, പണമില്ലാത്തവനാണോ, സൗന്ദര്യമില്ലാത്തവനാണോ, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭർത്താവിനെ ഒരിക്കലും തള്ളിപ്പറയുകയോ കൊച്ചായി കാണുകയോ മോശമായി കാണുകയോ പെരുമാറുകയോ ചെയ്തുകൂടാ ഭാര്യമാരെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ത്രിലോകി ഗൃഹസ്ഥധർമ്മം പഠിപ്പിക്കുക അല്ലേ? ഭഗവാൻ പറയണ തന്നെയുണ്ട്. ഞാനിപ്പോൾ എന്തിനാ ഈ വേഷം കെട്ടിക്കണേ? ചേലനോട് പറയലോ, യഥാഹം ലോകസംഗ്രഹം അല്ലേ? ലോകമംഗളത്തിന് വേണ്ടി, ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി ജനങ്ങളൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ ധർമ്മം അനുഷ്ഠിക്കുന്നത്. ഭഗവാൻ എല്ലാത്തിനും അതീതനായിട്ടും. ഇവിടെ ഉത്തമധർമ്മമാണിത് എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ അധികം ഗൃഹസ്ഥന്മാരല്ലേ, വളരെ കുറച്ച് ആൾക്കാരല്ലേ സാധുക്കളുള്ളൂ. യഥാർത്ഥ സാധു ആവണമെങ്കിൽ യഥാർത്ഥ ഗൃഹസ്ഥനാവണം. യഥാർത്ഥ ഗൃഹസ്ഥനാണ് നല്ല മക്കളുണ്ടായിട്ട്, ആ ധർമ്മം ഉൾക്കൊണ്ട മക്കളുണ്ടായിട്ട് നാളെ ബ്രഹ്മചാരിയാവണത്. അങ്ങനെ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസിയാവുക, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ സന്യാസിയാവുക, അല്ലെങ്കിൽ വാനപ്രസ്ഥ സന്യാസിയാവുക. എന്തായാലും ഗൃഹസ്ഥനെ ആശ്രയിച്ചാണ് ഈ മറ്റേ ആശ്രമങ്ങളുടെ നിലനിൽപ്പ്. സംശയമുണ്ടോ? അപ്പം ഏതാശ്രമം നന്നാവണമെങ്കിലും നന്നാവേണ്ട ആശ്രമം ഏതാ? ഗൃഹസ്ഥാശ്രമ. ഗൃഹസ്ഥാശ്രമം സകല ആശ്രമികൾക്കും അഭയമാണെന്നാണ് പറയാം. വലിയൊരു അരയാൽ ഉണ്ടായാൽ അതിൽ മുകളിൽ എത്രയോ ജീവികൾ അതിനെ ആശ്രയിച്ചുകൊണ്ട് കഴിയും, താഴെയും അല്ലേ? ഇതുപോലെയാണ്. അപ്പം ഇങ്ങനെ വേണം കഴിയാൻ. നോക്കൂ, 100 പവൻ്റെ പണ്ടൊക്കെ കൊടുത്ത് മക്കളെ കളിപ്പിച്ചിട്ട് കാര്യമില്ല. ഡോക്ടറും എൻജിനീയറും ആക്കിയിട്ട് കാര്യമില്ല. പിന്നെയോ സംസ്കാരം,
കുലീനത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ടതാണെന്നർത്ഥം. അതും സ്വയം മാതാപിതാക്കന്മാർ അങ്ങനെ ജീവിച്ച് മാതൃകയായി കാണിച്ച് കുട്ടികൾക്ക് വേണ്ട സമയത്ത് ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സദസ്സിലൊക്കെ കൊണ്ടുവന്ന് അവരെ ഇതിലൊക്കെ എക്സ്പോസ് ചെയ്യണം, അതൊക്കെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. സുകന്യാചരിതം എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കഥയാണ്. സത്യവാൻ സാവിത്രിയുടെ കഥയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സാവിത്രിയുടെ പാതിവ്രത്യം കൊണ്ട് യമധർമ്മ മഹാരാജാവ് സത്യവാൻ്റെ ജീവനെ തിരിച്ചു കൊടുത്തു എന്നൊക്കെ നോക്കൂ. അതുപോലെ വളരെയധികം ആകർഷകമായൊരു കഥയാണ് ഈ സുകന്യയുടെ കഥ. നോക്കണം, വിരൂപനും വയസ്സനും മുൻകോപിയുമായ ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് അതും ഗതികേട് കൊണ്ട് വന്ന് പെട്ടതാ. ശപിച്ചുകൊണ്ട് പ്രാഗിക്കൊണ്ട് നിങ്ങളുടെ കൂടെ എന്ന് വേളി കഴിച്ചോ താലി കെട്ടിയോ അന്ന് തുടങ്ങി എൻ്റെ ദുരിതം നരകം എന്ന് പറഞ്ഞുകൊണ്ട് സേവ ചെയ്യുക. അങ്ങനെയല്ല, ഒരക്ഷരം മുറുമുറുക്കാതെ അവലാതിയില്ലാതെ ഉള്ളാൽ സന്തോഷത്തോടുകൂടി ആക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഒറ്റ കാരണത മനസ്സുകൊണ്ട് നിങ്ങളുടെ ആക്സെപ്റ്റ് ചെയ്യൂ. ദിസ് ഈസ് മൈ പറയും, മനഃശാസ്ത്രത്തിൽ പറയും, എൻ്റെ ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവെന്ന് ഓരോ ഭാര്യയും വിചാരിക്കുക. എൻ്റെ ഭാര്യയോളം നല്ല ഒരു ഭാര്യ ലോകത്തിൽ വേറെ ഇല്ല എന്ന് ഓരോ ഭർത്താവും വിചാരിക്കുക. കുടുംബ പ്രശ്നം അവിടെ അവസാനിക്കും. ഈ മാനസികമായ അംഗീകരിക്കലാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ വിജയം. ശരീരം രണ്ടാണെങ്കിലും ഹൃദയ ഐക്യത്തിലാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നതെന്നർത്ഥം. അത് കണ്ടിട്ട് വളരണം മക്കൾ. മനസ്സിലായില്ലേ? അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹവും ബഹുമാനവും അതൊക്കെ കണ്ടു വളരണ കുട്ടികൾക്ക് അറിയാണ്ട് ഈ സംസ്കാരം ഉണ്ടാവില്ലേ? പൂജ്യ ഗുരുദേവ് പറയും, ചിന്മയാൻ സ്വാമികൾ പറയും, കൾച്ചർ കനോട്ട് ബി ടോട്ട്, ഇറ്റ് ഹാസ് ടു ബി കോട്ട്. സ്കൂളിൽ പാഠപുസ്തകം വെച്ച് പഠിപ്പിക്കാൻ കഴിയുന്നതാണോ നമ്മുടെ സംസ്കാരം? അല്ല, അത് മുതിർന്നവരുടെ വലിയ മറ്റുള്ള ഗുരുജനങ്ങളുടെയൊക്കെ പ്രവൃത്തിയും ജീവിതവും കണ്ട് അവർക്ക് പകർന്നു കിട്ടേണ്ടതാണെന്നർത്ഥം. നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. യദ്യദാചരതി ശ്രേഷ്ഠ തത് തത് ഏവ ഇതരഹ ജനഹ. ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും, ശ്രേഷ്ഠൻ്റെ ഉപദേശവും അനുസരിക്കുക. ഉപദേശം കൊണ്ട് നാട് നേരെയാവെങ്കിൽ എന്നോ നാട് നേരെയാവണം, അല്ലേ? ശരിയല്ലേ? എത്രയോ ഭാഗവത സത്രങ്ങൾ നമ്മൾ ഈ കേരളത്തിൽ നടക്കണ്ടല്ലേ? ഈ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കണം. നമ്മളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സ്ഥിതി എന്താവും? ശരിയല്ലേ? അതുമാതിരി എത്രയോ കാലമായിട്ടുണ്ട് ഇവിടെ പ്രസംഗം തുടങ്ങിയിട്ട്. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അധിക പ്രസംഗമാണ് പണി, വേറെ ഒന്നും പണിയില്ല. അങ്ങനെ പ്രസംഗം തുടങ്ങിയിട്ട് പ്രസംഗം കേട്ടവരൊക്കെ നേരെയാവുണ്ടാവും. ഞങ്ങളും കുറേ പ്രസംഗം കേട്ടു. പ്രസംഗം കൊണ്ടല്ല ഒരാൾ നേരെയാവണത്, പുസ്തകം എഴുതിയിട്ടല്ല ധർമ്മത്തെയും സംസ്കാരത്തെയും സമാജത്തിൽ പുനഃസ്ഥാപന ചെയ്യാൻ സാധിക്കുക. പിന്നെയോ ആചാരപ്രഭോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചരണത്തിലൂടെ മാത്രമേ ധർമ്മമുണ്ടാകൂ. ഇന്ന് ശബരിമല പ്രശ്നം നമ്മൾ വലിയ തീക്കൊള്ളിയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആചാര സംരക്ഷണമില്ലേ, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചില്ലേ, നമ്മുടെ ധർമ്മം നിലനിൽക്കാൻ പോണില്ല. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണിത്. മനസ്സിലായില്ലേ? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പൂർവന്മാരെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ മനഃശുദ്ധികരമാണ്, അതൊക്കെ നമ്മളെ മോക്ഷത്തിലേക്ക് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ യാതൊരു വെള്ളം ചേർക്കാൻ പാടില്ല അർത്ഥം, അതിൽ യാതൊരു കോംപ്രമൈസ് പാടില്ല അർത്ഥം, അതിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം അർത്ഥം. അപ്പം ആചാരം കൊണ്ട് മാത്രമേ, ആചരണം കൊണ്ടേ ധർമ്മം വളരൂ, ധർമ്മത്തെ നിലനിർത്താൻ സാധിക്കുള്ളൂ. ധർമ്മത്തിലാണ് പ്രഭു നിലനിൽക്കുന്നത്, ധർമ്മത്തിലൂടെ മാത്രമേ പ്രഭുവിനെ അടയാൻ സാധിക്കുള്ളൂ. ധർമ്മമൂർത്തിയാണ് ഭഗവാൻ. ആട്ടെ, അപ്പോൾ പറഞ്ഞു വന്നത് ഈ സുകന്യയുടെ ചരിത്രത്തിലൂടെ കുടുംബബന്ധത്തിൻ്റെ കുടുംബത്തിൽ അലോരസങ്ങളില്ലാതെ കുടുംബബന്ധത്തിൻ്റെ ഊഷ്മളത, അതിൻ്റെ ധന്യത എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പഠിപ്പിച്ചു. സന്തോഷമായില്ലേ? ആ കുട്ടി പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. സുന്ദരനും ചെറുപ്പക്കാരനുമായ ഭർത്താവോടുകൂടി എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കാൾ കഴിഞ്ഞു മഹാരാജാവ് എന്തായി തൻ്റെ മകളുടെ സ്ഥിതി ഒന്ന് അറിയാം, മകളൊന്ന് കാണാം. അങ്ങനെ ഒരു അബദ്ധം പറ്റി കുട്ടിയെ ആക്കിയിട്ട് പോകുന്നതല്ലേ. മാത്രമല്ല അദ്ദേഹം ഒരു യാഗം നടത്തണം എന്നൊരാഗ്രഹം. ചവന മഹർഷിയെ ക്ഷണിച്ച് കൂട്ടിയിട്ട് പോയിട്ട് യാഗം നടത്തുകയും ചെയ്യാം എന്നിരിച്ചിട്ട് കാട്ടിൽ വന്നതാ. കാട്ടിൽ വന്നപ്പോഴോ അച്ഛന് വല്ലാത്ത സങ്കടം. എന്താ അത്? തൻ്റെ മകള് ആ വയസ്സൻ മഹർഷിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കൂടിക്കുക. ഇത് അച്ഛൻ ധരിച്ചതേ. വേഗം സന്തോഷത്തോടെ അച്ഛനെ വന്ന് നമസ്കരിച്ചു സുകന്യ. മഹാരാജാവിന് അല്ലാണ്ട് ദേഷ്യം വന്നു. നീ നിന്റെ ഭർത്താവിൻ്റെ കുലത്തെ നശിപ്പിച്ചു, എൻ്റെ കുലത്തെ നശിപ്പിച്ചു, അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ, ദുഷ്ട സ്ത്രീകൾ തൻ്റെ കുടുംബത്തെയും തൻ്റെ മാതാപിതാക്കന്മാരെയും നരകത്തിലേക്ക് അയക്കും അത്ര ഇത്തരം പ്രവൃത്തികളെ കൊണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതേ. പിന്നെ മക്കൾ വഴിതെറ്റി പോവോ? മഹാരാജാവ് പറയുക,
നീ എൻ്റെ കുലത്തെയും നിന്റെ ഭർത്തൃകുലത്തെയും നരകത്തിലേക്ക് അയക്കാനുള്ള ശ്രമമാണോ അത്? ആ മഹർഷി എത്രയോ മഹാതപസ്വിയാണ്, അതിന് സൗന്ദര്യം കുറച്ച് കുറഞ്ഞല്ലേ ഉള്ളൂ. നീ അദ്ദേഹത്തിന് അട്ടി പായിച്ച് കളഞ്ഞ് ഈ ചെറുപ്പക്കാരനെ കൂടെ കൂടി ശരിയായോ എന്ന്. അപ്പോൾ ചിരിച്ചു മകള്. അച്ഛൻ തെറ്റിദ്ധരിച്ചതാ, പോയി ചോദിച്ചു നോക്കൂ. അദ്ദേഹം തന്നെയാണ് ഈ മഹർഷി. ഓ, വിവരങ്ങളൊക്കെ മനസ്സിലായപ്പോൾ മഹാരാജന് വളരെ സന്തോഷമായി. ഇതൊക്കെ സാധിച്ചത് എങ്ങനെയാ? അപ്പോൾ മഹർഷി പറയാ, ഇതൊക്കെ അങ്ങയുടെ മകളുടെ കഴിവാണ്, മഹിമയാണത്. ആ മകളുടെ പാതിവൃത്യവും മകളുടെ ശുശ്രൂഷയും മകളുടെ ആ സൽബുദ്ധിയും കൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭർത്താവിന് സ്വയം തോന്നി, മഹർഷിക്ക് സ്വയം അവളോട് അനുഗ്രഹം തോന്നി. അങ്ങനെ അശ്വിനി ദേവതകളെ കൊണ്ട് സാധിപ്പിച്ചതാണിത്. ആട്ടെ, എനിക്ക് അവർക്ക് പറഞ്ഞ് ആ സോമരസം പിടിപ്പിക്കണമല്ലോ, അതുകൊണ്ട് പോവാന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് മഹാരാജാവ് കൂട്ടിയിട്ട് കൊണ്ടേ കൊട്ടാരത്തിൽ കൊണ്ടൊരു യാഗം നടത്തി. ആ യാഗത്തിൽ ദേവേന്ദ്രനെ ആവാഹിച്ചതിൻ്റെ തൊട്ടടുത്ത് അശ്വിനി ദേവകളെ ആവാഹിച്ചിരുത്തി സോമരസം കൊടുക്കാൻ തയ്യാറായിരുന്നു. ആ സമയത്തോ ദേവേന്ദ്രൻ സമ്മതിക്കുമോ? ദേവേന്ദ്രൻ ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കല്ലേ. ദേവേന്ദ്രൻ വജ്രായുധം എടുത്തു അത്രേ. എന്തിനാ? മഹർഷിയെ കൊല്ലാൻ. മഹർഷി പറഞ്ഞു, അത് പോവോ? എന്നാൽ കാണട്ടെ, നിൻ്റെ കൈ അവിടെ നിൽക്കട്ടെ. ഉണങ്ങിയ മരത്തിൻ്റെ കൊമ്പ് പോലെ അനങ്ങാണ്ടായി ഇന്ദ്രൻ്റെ കൈ. പിന്നെ എത്രേ. പിന്നെ അവസാനം എല്ലാവരും പറഞ്ഞു, ചവനൻ്റെ മഹർഷിയുടെ തപസ്സും മഹിമയൊക്കെ ദേവേന്ദ്രനെ പറഞ്ഞ് ബോധിപ്പിച്ചു ദേവതകൾ. അവസാനം കൽക്കൽ വീണും മാപ്പ് പറഞ്ഞു. അപ്പോഴാണ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ കൈ അനക്കാറായിരുന്നു. ശരിക്കും ഈ സോമരസം എന്തിനാ റെപ്രസെൻ്റ് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരെയും ഉള്ളിലുള്ള ആത്മാനന്ദരസാനുഭൂതിയാണ്. ആ ആത്മാനന്ദാനുഭൂതിക്ക് തടസ്സം ആരാ? നമ്മുടെ മനസ്സല്ലേ. മനസ്സ് ഈ ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് തിരിഞ്ഞ് ദൃക്സ്വരൂപനായ പരമാത്മാവിൽ ഏകാഗ്രപ്പെട്ടാൽ നമുക്ക് ഓരോരുത്തർക്കും ആ ശാശ്വതമായ ആനന്ദ രസാനുഭവം കിട്ടുക. പക്ഷേ മനസ്സിനതിഷ്ടല്ല. മനസ്സിന് ഈ ബാഹ്യ വിഷയങ്ങളുടെ പുറകെ, ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ നടന്ന് അലഞ്ഞു തിരിഞ്ഞാണല്ലോ ശീലം. അതുകൊണ്ട് എപ്പോഴും ആ ഭോഗങ്ങളിലാണ് അതിന് താല്പര്യം, ആ വാസനയാണ് ഉള്ളിലുള്ളത്. ആ ദുർവാസനയുടെ കുഴപ്പം നമുക്ക് ഇനി അടുത്ത കഥയിൽ കേൾക്കാം, ദുർവാസസിൻ്റെ കഥയിലൂടെ. അപ്പം നോക്കൂ, അതിന് തടസ്സം നിൽക്കും ഇന്ദ്രൻ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. പുരാണങ്ങളിൽ ഇന്ദ്രൻ അത്ര എന്താ പറയുക, നല്ലൊരു അദ്ദേഹത്തിന് നല്ലൊരു പിക്ചറൊന്നുമല്ല, ആണോ? കണ്ട ആൾക്കാരെയൊക്കെ യാഗം മുടക്കാൻ പോവുക അല്ലേ. അഹല്യ ഗൗതമ മഹർഷിയുടെ പത്നിയെ പോലും വേഷം മാറി വന്ന് പ്രാപിച്ച അവസാനം പിന്നെ സഹസ്രാക്ഷനായി, അങ്ങനെയൊക്കെ. ഇതെന്താ കഥ? ഈ കഥകൾ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതാണ് അർത്ഥം. ശരിയോ? അപ്പോൾ പുരാണങ്ങളിലെ ഈ ഇന്ദ്രൻ്റെ കഥ കേട്ട് അമ്പട ഇന്ദ്ര എന്നല്ല പറയേണ്ടത്. എൻ്റെ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം താല്പര്യങ്ങൾ, കൊച്ചു താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഭോഗേച്ഛ, പരമാത്മപ്രാപ്തി, ഭഗവാൻ നമ്മുടെയൊക്കെ ആത്മാവായ ഉള്ളിലുണ്ട്. ആ ഭഗവാനെ മനസ്സ് ബാഹ്യമായ ലോകത്തിൽ നിന്ന് അന്തർമുഖമായി തിരിച്ച് ആ ഭഗവാനോട് ചേർക്കലാണ് നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം. അതിനാണ് ഈ ബാഹ്യപ്രപഞ്ചം നശ്വരമാണ്, അത് ശാശ്വതമല്ല, ശാശ്വതൻ ഭഗവാനാണെന്നൊക്കെ 100 പ്രാവശ്യം നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യണതും. അത് ബോധ്യം വരാനാ. എന്നാലേ ശാശ്വതത്തിൽ ഭഗവാൻ മനസ്സ് താല്പര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ മനസ്സ് ഭഗവാനോട് ചേർന്നാൽ ശാശ്വതമായ പരമാനന്ദാനുഭവമായി. അതിന് തടസ്സം എപ്പോഴും മനസ്സെപ്പോഴും ഇന്ദ്രിയഭോഗങ്ങളിലേക്കാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക, പൂർവ്വ സംസ്കാരം കൊണ്ട് നഷ്ടം. അതും അവിടെ സൂചിപ്പിച്ചു നഷ്ടം. ആട്ടെ, അങ്ങനെ ആരുടെ മനസ്സാണോ ആ അന്തർമുഖമായി ആത്മാനുഭവത്തിലേക്ക് ഉയർന്നത്, ആ ആൾക്ക് പിന്നെ ശരീരധർമ്മങ്ങളില്ല എന്നർത്ഥം. ആ ശരീരത്തിന് വാർദ്ധക്യം ബാധകമല്ല. ശബന മഹർഷിയുടെ വാർദ്ധക്യം നീങ്ങി യൗവന അവസ്ഥ പറ്റുന്നർത്ഥം ഈ ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിക്കുന്ന അജ്ഞാനാവസ്ഥയിലിരിക്കുന്ന ജീവനാണ് 6 ധർമ്മങ്ങൾ അല്ലേ, ഉൽപ്പത്തി, സ്ഥിതി, ലയം മുതലായ ധർമ്മങ്ങളൊക്കെ ഉള്ളത്. വളർച്ച ഉണ്ടാവുക, നിലനിൽക്കുക, പരിണാമം സംഭവിക്കുക, വാർദ്ധക്യം സംഭവിക്കുക, ക്ഷയിക്കുക, നശിക്കുക എന്നുള്ള ഷഡ്വികാരങ്ങൾ എന്നാ പറയുക. 6 മാറ്റങ്ങൾ ഈ ശരീരത്തിനുണ്ട്. ഈ ശരീരത്തിന് 6 മാറ്റങ്ങളുണ്ട്. ശരീരത്തിൻ്റെ 6 മാറ്റങ്ങളെ ആരാ കാണുന്നത്? ഷഡ്വികാരവതാം വേത്ത. 6 ശരീരത്തിൻ്റെ 6 പരിണാമങ്ങളെയും സാക്ഷിയായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ആത്മസ്വരൂപനാണ് ഭഗവാൻ എന്ന് ഗുരുനാഥിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ അതിനോട്, ആ സാക്ഷിയായ ഭഗവാനോട്, സർവേശ്വരനോട് ചേർത്താൽ പിന്നെ അവന് ശരീരധർമ്മം ബാധകമല്ല. ആധ്യാത്മികമായ തത്വം അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അർത്ഥം. പിന്നെന്താ? അശ്വിനി ദേവതകൾ എന്തിൻ്റെ ഘ്രാണസ്യ അശ്വിനൗ. നമ്മുടെ ശരീരത്തിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ദേവതകളൊക്കെ ഉണ്ടേ. ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദേവതകളാണ് അശ്വിനികൾ. നമുക്ക് 2 ആളെ പറഞ്ഞ അർത്ഥം. ഭൂമിയുടെ തത്വമാണ് ഗന്ധം.
ആ ഗന്ധം അനുഭവിക്കുന്നത് നാസിക കൊണ്ടാണ് അർത്ഥം. അതിൻ്റെ ദേവതകളാണ് ഈ അശ്വിനി ദേവതകൾ. പ്രാണൻ പൊതുവെ ജഡമാണെന്നാണ് പറയുക, അല്ലേ? അതുകൊണ്ട് ആ ജഡമായിട്ടുള്ളതായ പ്രാണന് ആ ആത്മാനന്ദാനുഭവം അനുഭവപ്പെടണില്ല. അതാണ് അശ്വിനി ദേവതകൾക്ക് ആ സോമരസം കിട്ടണില്ല എന്ന് പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം? പ്രാണായാമം കൊണ്ട് നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയും, ഭക്തിശാസ്ത്രത്തിലും വേദാന്തശാസ്ത്രത്തിലും അതില്ലെങ്കിലും ഇടാപിങ്കള നടുക്ക് സുഷുമ്ന 3 നാഡികളുണ്ട്. മൂലാധാരത്തുനിന്ന് പ്രാണകലയെ ഉയർത്തി സുഷുമ്നയിലൂടെ ഷടാധാരങ്ങൾ ഭേദിച്ച് സഹസ്രാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും, ശിവശംഭോ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അത് യോഗ സമ്പ്രദായമാണ് അർത്ഥം. അഷ്ടാംഗയോഗ പ്രകാരമുള്ള ധ്യാനപ്രക്രിയ. അവിടെ എത്തുമ്പോൾ ആ പരമാനന്ദാനുഭവം ലഭിക്കും. അതാണിവിടെ ഈ അശ്വിനി ദേവതകൾ ഈ 2 പ്രാണന്മാരെ, ഇടാപിങ്കള എന്നുള്ള 2 പ്രാണശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. അതിലൂടെ മനസ്സിനെ ഉയർത്തി ഈശ്വരാഭിമുഖമാക്കി ഈശ്വരനിൽ വിലയിപ്പിച്ചാൽ കിട്ടുന്ന പരമാനന്ദത്തെക്കുറിച്ചും ഈ സോമരസം അനുഭവിപ്പിച്ചതിലൂടെ പറയുന്ന അർത്ഥം. അത് ആർക്കാ സാധിക്കുക? മഹർഷിക്ക് സാധിക്കുള്ളൂ. ഋഷിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നർത്ഥം, ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം, തന്തമഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മഹർഷിയാണല്ലോ സാധിപ്പിച്ചു കൊടുത്തത്, എന്തരം പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ആട്ടെ, അടുത്ത കഥ സുകന്യാചരിത്രത്തിലൂടെ ഈ പാതിവ്രത്തത്തെക്കുറിച്ചും ഈ മഹിമയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത കഥയിലൂടെ അംബരീഷൻ്റെ കഥ പറയണം. തൊട്ട് മുമ്പ് ഒരു കഥ പറയണം, അംബരീഷൻ്റെ അച്ഛൻ്റെ മഹത്വം. കാരണം എങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ടായാലേ ഇങ്ങനെയുള്ള മക്കളുണ്ടാവുക? നമ്മുടെ കുടുംബത്തിൽ അംബരീഷിനെ പോലൊരു പുത്രൻ, അല്ലെങ്കിൽ ഒരു പ്രഹ്ലാദനെ പോലൊരു പുത്രൻ, ഒരു ധ്രുവനെ പോലൊരു പുത്രനൊക്കെ ഉണ്ടാവണമെന്ന് നമുക്ക് കഥ കേൾക്കുമ്പോൾ തോന്നണ്ടേ? സ്വയംഭുവിൻ്റെ വംശം ഓർക്കുമ്പോൾ കഥ പറയുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളതാണ് കേൾക്കുമ്പോഴും. എന്ത് ധന്യമാണ് സ്വയംഭുവൻ്റെ വംശം. സ്വയംഭുവിൻ്റെ മക്കളുടെ വംശത്തിലൊക്കെ ഭഗവാൻ അവതരിക്കുക, അല്ലേ? ആഹൂതി ആദ്യത്തെ മകൾ, അത് പുത്രനായി യജ്ഞനായിട്ട് വിഷ്ണു അവതരിച്ചു. ദേവഹൂതിയുടെ പുത്രനായിട്ട് കമലവാസുദേവനായി അവതരിച്ചു, അല്ലേ? പ്രസൂതിയുടെ പുത്രനായിട്ട് അവതരിച്ചില്ലെങ്കിലും പ്രസൂതിക്ക് ഉണ്ടായ 16 മക്കളിൽ ഒരാൾ ധർമ്മദേവൻ്റെ പത്നിയായ ആ മൂർത്തിയിൽ നരനും നാരായണനും അവതരിച്ചില്ലേ? ഉത്താനപാദൻ ആൺകുട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ധ്രുവൻ പരമഭാഗവതനായില്ലേ? അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ഭഗവാൻ ഋഷഭദേവനായിട്ട് അവതരിച്ചില്ലേ? പ്രിയവ്രതൻ ജന്മനാ തന്നെ പരമധന്യനായി തീർന്ന ആൾ. പ്രിയവ്രതൻ്റെ വംശം നോക്കിക്കഴിഞ്ഞാൽ മഹാത്മാക്കളുടെ അവതാരം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ധന്യമാണ് ഈ ഇവരുടെ കുടുംബജീവിതം. കുടുംബജീവിതമാണ് ഈ ഭാഗവത്തിൽ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും നഭകൻ എന്നു പേരായി ഇക്ഷ്വാകു വംശത്തിൽ സൂര്യവംശത്തിൽ പ്രസിദ്ധനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു പറയാം. നഭകൻ 5 ഉണ്ണികളുണ്ടായിരുന്നതാണ്. അവരെ ഗുരുകുലത്തിൽ പഠനത്തെ അയച്ചു. അന്നൊക്കെ 12 കൊല്ലമാണ് പഠനം. 12 കൊല്ലം പഠിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ 12 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വിവാഹം വേണ്ടവർ സമാവർത്തനം കഴിഞ്ഞ് മടങ്ങി വരും, വിവാഹം കഴിക്കും, രാജ്യാധികാരമൊക്കെ ഏറ്റെടുക്കും. ഇല്ലാത്ത ആൾക്കാരോ ചിലപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായി ഗുരുകുലത്തിൽ തന്നെ കൂടും, അല്ലെങ്കിൽ പരിവ്രാജകരായി പോകും. ഇങ്ങനെയൊക്കെ അന്നത്തെ ഒരു സമ്പ്രദായം. അപ്പോൾ ഇളയ മകന് കവി എന്നാണ് ശരിക്കും പേര്. നഭകൻ്റെ മകനായതുകൊണ്ട് നാഭാഗൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂത്ത 4 സഹോദരന്മാർ 12 കൊല്ലത്തെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ ഇളയ പുത്രനായ കവി തിരിച്ചു വന്നില്ല. എല്ലാവരും വിചാരിച്ചെന്താ, അവനും തിരിച്ചു വരില്ല, അവൻ ഒരു പരമവിരക്തൻ, അവൻ സന്യാസിയായി പോകും എന്നുള്ള വിചാരം തിരിച്ചു വന്ന അച്ഛൻ്റെ സ്വത്തൊക്കെ ഭാഗിച്ചെടുത്തു. അന്നൊക്കെ രാജാക്കന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ കാട്ടിലെ പഠിക്കാൻ അയക്കണത്? സംസ്കാരവും ധർമ്മമൊക്കെ വേണ്ട പോലെ പഠിക്കും, മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആ രാജ്യം ഭരിക്കാൻ. എന്നാലേ പ്രതികൾക്ക് മാതൃകയാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ പൊളിറ്റീഷ്യൻസിന് മാതിരി കുഴപ്പക്കാരാവും, ധർമ്മത്തെ മുടിക്കും, ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കും മന്ത്രിമാരെ മാതിരി. അതുകൊണ്ടോ നല്ല സംസ്കാരം ഉണ്ടാവാൻ വേണ്ടി ഗുരുകുലത്തിൽ പഠിച്ചു. അവർ തിരിച്ചു വരണ വരെ കാത്തിരിക്കുക. അല്ലാണ്ട് കൊട്ടാരത്തിൽ വെച്ച് മരിക്കാനല്ല. മക്കൾ തിരിച്ചു വന്നാലോ അവരെ രാജ്യമേൽപ്പിച്ച് രാജാവും റാണിയും കൂടി തപസ്സിനായി ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി കാട്ടിലേക്ക് നീങ്ങുന്ന ചരിത്രമാണ് നാം കാണുന്നത്, അല്ലേ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ. അപ്പം നഭകനും അതെ, മക്കൾ തിരിച്ചു വരണവരെ ഭരിച്ചു. മക്കൾ വന്നപ്പോഴോ രാജ്യമൊക്കെ അവർക്ക് വെച്ചു, അനിയൻ വരില്ല എന്ന് പറഞ്ഞവർ ആ 4 ഭാഗം വെച്ചു. അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിനും പോയി. നോക്കൂ, പിന്നെ ഒരു 12 വർഷത്തെ പഠനം കഴിഞ്ഞ സമയത്ത് കവി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴോ ഏട്ടന്മാർ കൊടുത്തില്ല, ഭാഗം കൊടുത്തില്ല. ഭാഗം വെച്ചിട്ടില്ലല്ലോ, അവർ പങ്കുവെച്ചെടുത്തുവല്ലോ. നോക്കൂ, സ്വന്തം ഇന്നാണെങ്കിൽ നോക്കൂ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കോടതിയിൽ പോകണു. അധികം കോടതി കേസുകളും കുടുംബ വഴക്കുകളാണ്, അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ, അച്ഛനും മക്കളും തമ്മിലുള്ള സ്വത്ത് വഴക്കുകൾ, അല്ലേ? നമുക്ക് ഈ ഭാഗവതമൊക്കെ കേട്ടാൽ നമുക്ക് എത്രയോ വഴക്കുകൾ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലേ കുടുംബത്തിൽ, അല്ലേ? നമ്മൾ പറയില്ലേ ചാവുമ്പോൾ നമുക്കാർക്കും കൊണ്ടുപോകാൻ കഴിയാത്തതാണെന്ന്. മറ്റേ നമുക്ക് അർഹതയുള്ള നമുക്ക് വരും, അർഹതയില്ലാത്ത ഉണ്ടാക്കി വെച്ചാൽ അനുഭവിക്കാൻ കഴിയില്ല, വല്ലവരും ആയിരിക്കും അനുഭവിക്കുക.
അങ്ങനെയാണ്. അന്യായേന അർജിതം വിത്തം തന്യായേന വിനച്ഛിതന. എങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ പോകും നത്തം. നമുക്ക് അർഹതയുള്ളത് ഒരാൾക്ക് തട്ടിക്കെടുക്കാൻ പറ്റില്ല, നമുക്ക് വന്നു ചെയ്യുന്നിരിക്കും. അങ്ങനെയൊക്കെ ചില ഉറപ്പുണ്ടായാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. എന്തായാലും അനിയനോട് പറയും, നിനക്ക് ഭാഗം വച്ചിരിക്കണം അച്ഛനെയാണ്. അച്ഛനമ്മയൊക്കെ ഭാഗം വയ്ക്കുമാരെങ്കിലും ഇന്നങ്ങനെയുണ്ട്. മക്കൾ കൂടുതലുണ്ടായാൽ അങ്ങോട്ട് ഇങ്ങോട്ടും അച്ഛനമ്മയും തട്ടും. നീ നോക്ക് 6 മാസം ഇപ്പം മക്കൾക്ക് ഇവിടെ പരീക്ഷയാണ്, ഞങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല, നീ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയി നോക്ക് അല്ലേ. അച്ഛനമ്മയും നോക്കാൻ ആളില്ല അപ്പോൾ. പക്ഷേ കവി നേരെ കാട്ടിൽ പോയി. അച്ഛൻ അവിടെ തപസ്സിരിക്കുന്നുണ്ട്. അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനമ്മയൊക്കെ ഭാഗം വയ്ക്കാറുണ്ട് ഉണ്ണി. ഉണ്ടായത് ഇങ്ങനെയാണ്, നിൻ്റെ ഏട്ടന്മാർ നീ തിരിച്ചു വരില്ല എന്ന് വെച്ച് രാജ്യമൊക്കെ അവർ പങ്കിട്ടെടുത്തു, അവർക്ക് കൊടുത്തു ഞാൻ. ആട്ടെ, നിനക്കിപ്പോൾ ജീവിക്കാനുള്ള വഴി വേണം, അത്രയല്ലേ വേണ്ടൂ. ഈ പണം എന്തിനാ? നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാണ്ട് പോയി പണം ബാങ്കിൽ ഉണ്ടായി കഴിഞ്ഞ ദിവസം പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം കൂടുമോ? ഇല്ലല്ലോ. അവിടെ അത് ഇത്ര പണം ഉണ്ടെന്നൊരു സമാധാനം അത്ര തന്നെ. അവനവന് എത്ര കഴിക്കാൻ പറ്റും? ഇപ്പം ഇല്ലാണ്ട് ചോറുണ്ണേണ്ടി വരും, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാണ്ട് കാപ്പ് കുടിക്കേണ്ടി വരും. എത്ര കാശ് ഉണ്ടാക്കി വെച്ചാലും അല്ലേ. BP ആണ്, ഷുഗറാണ്, കൊളസ്ട്രോളാണ്, 100 സുഖക്കേടുകളാണ് അല്ലേ. നോക്കൂ, അവനവന് സാമാന്യമായി ജീവിക്കാനല്ലേ കാശ്. ഇപ്പം ശങ്കരൻ്റെ ടോക്ക് നിങ്ങൾ കേട്ടതാണ്, ഗംഭീരമായിട്ട് പണത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ മകനെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അച്ഛാ മോനെ, നീ ഈ ഏട്ടന്മാരോട് നീ ശണ്ടയ്ക്കും വഴക്കിനും യുദ്ധത്തിനും കലാപത്തിനൊന്നും പോണ്ട. നിനക്ക് ജീവിക്കാനുള്ള മാർഗം, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഈ കാട്ടിൽ കുറച്ച് ബ്രാഹ്മണർ ഈ യാഗം നടത്തുന്നുണ്ട്. 6-ാം ദിവസം അവർക്ക് ഉപയോഗിക്കേണ്ട മന്ത്രം പിഴയ്ക്കും. നീ ഇപ്പോൾ വേദമൊക്കെ പഠിച്ച് വന്നല്ലേ, നിനക്കതൊക്കെ നല്ല നിശ്ചയമുണ്ടല്ലോ. നീ അവിടെ പോയിട്ട് അവർക്ക് ആ റിക്കുകൾ പറഞ്ഞു കൊടുക്കൂ, ആ മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ആ യാഗം ഭംഗിയായി അവർ തിരിച്ചു പോകുമ്പോൾ അവിടെ ബാക്കിയാവുന്നൊക്കെ നിനക്ക് ദക്ഷിണയായി തരും. അതുകൊണ്ട് നിനക്ക് ഇഷ്ടം പോലെ സുഖമായി ജീവിക്കാം, ഇത് മതി എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അച്ഛൻ പറയണ മതി. നോക്കൂ, ആ കുട്ടിയുടെ സ്വഭാവവിശേഷം നോക്കൂ. അച്ഛനെ അങ്ങ് വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞനുസരിച്ച് നേരെ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ബ്രാഹ്മണർ യാഗം നടത്തുന്നുണ്ട്. അവിടെ ബ്രഹ്മനായിട്ട് സാക്ഷിയായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. 6-ാം ദിവസമായി പറഞ്ഞ മാതിരി മന്ത്രം പഴച്ചു. അവർ ആകെ വേർത്തു. ആകെ എന്താ വിപരീത ഫലം ഉണ്ടാവുക. സകാമമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ വരവണ്ണം പിഴയ്ക്കാതെ ചെയ്യണം. യാഗകർമ്മങ്ങളെ പിഴച്ച അനുകൂല ഫലം ഉണ്ടാവില്ല എന്നല്ല, പ്രതികൂല ഫലം ഉണ്ടാവുകയും ചെയ്യും. വെളുക്കാൻ തേച്ച് പാണ്ഡവ പറയില്ലേ, ഇങ്ങനെയൊക്കെയുണ്ട് സകാമകർമ്മങ്ങൾക്ക്. എന്നാൽ ഈശ്വരാർപ്പണമായി ചെയ്താലോ യാതൊരു ദോഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്നൊക്കെ പറയണത്. ആട്ടെ, ഇവരിപ്പോൾ സ്വർഗകാമന്മാരായിട്ടാണ് യാഗം നടത്തുന്നത്. ആ മന്ത്രം പഴിച്ചു അവർക്ക് ബുദ്ധിമുട്ടായി. അവസാനം ഈ കുട്ടി കവി ഒക്കെ പറഞ്ഞു കൊടുത്തു. അവർക്ക് എന്താ സന്തോഷം എന്ന് പറയാൻ വയ്യ. യാഗം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ അവിടെ ബാക്കിയായ സകല സമ്പത്തും ഈ കുട്ടിക്ക് കൊടുത്തിട്ട് പോയി. ആ കുട്ടിയോ അതൊക്കെ വാരിക്കെട്ടി കൊണ്ടുവരാൻ നോക്കുമ്പോൾ വടക്ക് ദിക്കുന്ന ഒരു ദിവ്യനായ ദേവൻ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എൻ്റെയാ, എങ്ങനെ നീ കൊണ്ടുപോകും? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഇവർ എനിക്ക് ദക്ഷിണയായിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്തതിന് ദക്ഷിണമായിട്ട് തന്നാണല്ലോ. അവർ തന്നിട്ടായിരിക്കാം, പക്ഷേ ഇത് എൻ്റെ അവകാശമാണെന്നായി. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് പോയി ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. കുട്ടി നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോഴോ അച്ഛൻ മഹാനല്ലേ, അച്ഛനറിയാം. ആരാണ് നീ കണ്ട ദേവൻ എന്നറിയാമോ ഉണ്ണി? സാക്ഷാൽ രുദ്രഭഗവാൻ, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയുടെ മറ്റൊരു അവതാരം, ഒരു രൂപം അല്ലേ. പണ്ട് ദക്ഷൻ ശപിച്ചുല്ലോ ദേവന്മാരുടെ സത്രത്തിൽ ഈ ശിവന് ആവിർഭാഗമില്ലാതെ പോകണമെന്ന്. അതിനുശേഷം ഈ ദക്ഷൻ്റെ തന്നെ യാഗം പൂർത്തിയാക്കാൻ വേണ്ടി ബ്രഹ്മാവും ഭഗവാനെ അനുഗ്രഹിച്ചതാണ്. ഇനി എവിടെ യാഗങ്ങളിൽ എന്തെല്ലാം സംഭാരങ്ങൾ ബാക്കിയാവോ അതൊക്കെ രുദ്രനുള്ള ആവിർഭാഗമാകുന്നു. അപ്പോൾ യജ്ഞശിഷ്ടം ആർക്കുള്ളതാ? രുദ്രനുള്ളതാ. രുദ്രഭഗവാനാണ് അവിടെ വന്നത്. അച്ഛൻ പറയാ, ഉണ്ണി, ഞാൻ ഇത്രയും കാലം ഇവിടെ ഭക്തിയോടുകൂടി തപസ് ചെയ്തിട്ടും എനിക്ക് ആ ഭഗവാനെ ഒന്ന് കാണാനായില്ല. നീ എന്ത് ജന്മസുഹൃതം ചെയ്തു? തപസ്സൊന്നും ചെയ്യാതെ തന്നെ സാക്ഷാൽ ഭഗവാനെ, രുദ്രഭഗവാനെ കാണാൻ ഭാഗ്യമുണ്ടായില്ലേ നിനക്ക്? ശിവദർശനം. വേഗം പോയി ഭഗവാന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് എല്ലാം സമസ്താപരാധം പറഞ്ഞ് അവിടെ ഏൽപ്പിക്കു പറഞ്ഞു. നേരെ കുട്ടി ഓടി ഇങ്ങടെ. ഇവിടെ വന്നപ്പോൾ ഭഗവാൻ കാത്തു നിൽക്കണം. ഭഗവാന്റെ കാൽക്കൽ വീണ് സമസ്താപരാധം പറഞ്ഞ് എല്ലാം അങ്ങടെ ഏൽപ്പിച്ചു. നോക്കൂ, ആ അച്ഛൻ്റെ ധർമ്മനിഷ്ഠ, പുത്രൻ്റെ സത്യനിഷ്ഠ, ഇതാണത്രേ ഭഗവാനെ വശീകരിച്ചത്. നോക്കൂ, ഈ കഥകളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാ. കഥകളുടെ താല്പര്യം എന്താ? നമുക്ക് ഭഗവാനെ കിട്ടാനുള്ള വഴി എന്താ? നമ്മുടെ നേരെ ഭഗവാന് കൃപയുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യധർമ്മങ്ങളിലുള്ള നിഷ്ഠയാണ് ഭഗവാനെ പ്രാപിക്കാൻ കിട്ടാനുള്ള മാർഗം നൃത്തം. രണ്ട് അവസരത്തിനൊത്ത് സത്യധർമ്മങ്ങളൊക്കെ ആവാം, അല്ലാത്ത സമയത്തൊക്കെ വിട്ടുവീഴ്ച അതല്ല. ഓർമ്മിപ്പിക്കുക. സന്തോഷമായി, ഭഗവാൻ ഈ സമ്പത്ത് വല്ലതും വേണം. ഭഗവാൻ പറയും, ഇതൊക്കെ നിനക്ക് ഇരിക്കട്ടെ, ഇതൊക്കെ ഞാൻ നിനക്ക് തരണു. എനിക്ക് വേണ്ടിയിട്ട് ചോദിച്ചതല്ല, പരീക്ഷിക്കാൻ ചോദിച്ചതാ. മാത്രമല്ല ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഞാൻ വളരെ അപൂർവമായ ബ്രഹ്മോപദേശം ചെയ്യാം. നോക്കണം, അങ്ങനെ ബ്രഹ്മജ്ഞാനോപദേശം കൊണ്ട് ബ്രഹ്മജ്ഞാനിയാക്കി ആരെ? ഈ കവിയെ. സാക്ഷാൽ ശ്രീ ദക്ഷിണാമൂർത്തിയെ പ്രത്യക്ഷമായിട്ട് കാണാനും അവിടുത്തെ തിരുമുഖത്ത് നിന്ന് ബ്രഹ്മോപദേശം കിട്ടി ബ്രഹ്മജ്ഞാനി കവി എന്നാ പറയുക.
മന്ത്രദ്രഷ്ടാവ് കവിയാണ്, അതുമാതിരി ബ്രഹ്മതത്വം അറിഞ്ഞവനും കവിയാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മജ്ഞാനിയായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെയുള്ള മഹാനായ സത്യനിഷ്ഠനും ധർമ്മനിഷ്ഠനും ബ്രഹ്മജ്ഞാനിയുമായ നാഭാഗൻ്റെ അല്ലെങ്കിൽ കവിയുടെ മകനായിട്ടാണ് പരമഭാഗവതനായ അംബരീഷൻ ഉണ്ടാവണത്. അപ്പം അംബരീഷൻ ഉണ്ടായെങ്കിൽ നോക്കണം, മക്കൾ നന്നാവണമെങ്കിൽ ഈ അച്ഛനമ്മമാരുടെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ. ഈ അന്തരീക്ഷത്തിൽ ധാരാളം പാട്ടിൻ്റെയും ചിത്രത്തിൻ്റെയും ഒക്കെ തരങ്ങളുണ്ട്. നമ്മുടെ റേഡിയോയും ടി വിയും ഏത് ചാനലിലേക്ക് ട്യൂൺ ചെയ്തോ അതിലേക്ക് കിട്ടുമോ? അതല്ലേ ട്യൂൺ ചെയ്യുന്ന ചാനലിലുള്ളതിലേക്ക് കിട്ടുക. ഇതുമാതിരി അന്തരീക്ഷത്തിൽ ഒത്തിരി ജീവന്മാർ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഏത് അച്ഛൻ്റെ ബീജത്തിലൂടെ കടന്ന് അച്ഛൻ്റെ ശരീരത്തിൽ അച്ഛൻ കഴിക്കുന്ന ആഹാരത്തിലൂടെ കടന്ന് അമ്മയുടെ ഗർഭത്തിൽ വന്ന് പിറക്കും എന്നുള്ളത് ആ കർമ്മബന്ധം നോക്കിയിരിക്കുക. അതിന് പറ്റിയ മാതാപിതാക്കന്മാരെ നോക്കിയിരിക്കുക. മനസ്സിലാവണില്ലേ? ത്രിസന്ധ്യ സമയത്ത് ഭർത്താവിൻ്റെ വാക്ക് കൂട്ടാക്കാതെ കശ്യപൻ പറഞ്ഞ കേൾക്കാതെ ബലപ്രയോഗം ചെയ്ത് സമ്പാദിച്ചു ഈ രിതി പോയിട്ട്. ഇപ്പം വേണം എനിക്ക് കാമാസക്തി കൊണ്ട് വേശ്യമാരി പെരുമാറി സമ്പാദിച്ചു 2 പിള്ളേരെ. അതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും തലതിറിഞ്ഞ് ലോകഭീകരരായി തീരാൻ കാരണം എന്ന് ഭാഗവതം പറയണു. അതേസമയത്തോ ഭർത്താവിനെ 12 വർഷം ശുശ്രൂഷിച്ചു, തപസ്സായി കണ്ട് ശുശ്രൂഷിച്ചു ദേവഹൂതി. അങ്ങനെ ഭർത്താവിൻ്റെ സന്തോഷത്തോടുകൂടി 9 പെൺകുട്ടികളെയും 10ാമത് ആ പെൺകുട്ടികളൊക്കെ മഹർഷിമാർ വിവാഹം കഴിച്ചു കൊടുത്തു. അതിൽ മഹാന്മാരുണ്ടായി. അവസാനം ഭഗവാനെ പുത്രനായി സമ്പാദിച്ചു ദേവഹൂതി. ഇതൊക്കെ ഈ ഭാഗവതത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ട് പോണതാ ഓരോ സപ്താഹത്തിലും ഓരോ സത്രത്തിലും അല്ലേ. നോക്കൂ, ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം ഈ ഹൈന്ദവ നവോത്ഥാനത്തിൽ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ നവോത്ഥാനത്തിൽ ഇത്രയും പറ്റിയൊരു ഗ്രന്ഥം വേറെയില്ല. അത്ര മഹിമയുള്ളതാണ് ഈ ഭാഗവതം. ഇതിൽ ഓരോ സിമ്പിളായിട്ടുള്ള കഥകളെ കൂടെ പറയണമെങ്കിൽ ആ കഥകളുടെ തത്വമൂല്യങ്ങൾ എന്താ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ട് നമ്മുടെ വരും തലമുറയ്ക്ക് കൈമാറേണ്ടതാണ്. ടോർച്ച് ബേറേഴ്സ് ആവണം നമ്മൾ. ഈ സംസ്കാരത്തിൻ്റെ കത്തു സൂക്ഷിപ്പുകാരാവണം നമ്മൾ എന്നർത്ഥം. വെറുതെ കഥ കേട്ട് പോകാൻ പാടില്ല. ഇതിൽ നാം ഉൾക്കൊണ്ടത് എന്താ? ഈ ഓരോ കഥയും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താ? നോക്കൂ, ഇന്ന് സമൂഹത്തിൽ ധർമ്മത്തെ ധ്വംസിക്കുന്ന വേനന്മാരെങ്ങനെ ഉണ്ടാവണോ, ഹിരണ്യകശിപുകൾ എങ്ങനെ ഉണ്ടാവുന്നു ഇപ്പം മനസ്സിലായോ? അച്ഛനമ്മമാരാണ് അതിന് ഉത്തരവാദി മറുപടി പറയേണ്ടത്. മനസ്സിലായോ? ഉത്തരവാദിത്വ ബോധമില്ലാത്ത മാതാപിതാക്കന്മാരെ കൊണ്ടാണ് സമാജം അരാജകത്തിലാക്കി തീർക്കുന്ന പുത്രന്മാർ ദുഷ്ടന്മാരുണ്ടാവണത്. ഏത് ഫീൽഡിലായാലും ശരി. കള്ള ഡോക്ടർമാരുണ്ടാവണമെങ്കിൽ അവർ കള്ളസ്വാമിമാർ, ഞങ്ങളെ കള്ളസ്വാമിമാരാന്ന് പറയുന്ന നിങ്ങൾ ആൾക്കാർ പറഞ്ഞെങ്കിൽ അതിനും കാരണം അച്ഛനമ്മമാർ തന്നെയാണ്. കള്ള ഡോക്ടർമാർ വ്യാജം എല്ലാത്തിലും ഉണ്ടല്ലോ, ഒരു മണ്ഡലത്തിൽ മാത്രമല്ലോ അല്ലേ. കള്ളമന്ത്രിമാർ അല്ലേ, കപട രാഷ്ട്രീയക്കാർ, എല്ലാത്തിലും ഇല്ലേ കാപട്യം. എന്താ? ആരാ ഉത്തരവാദി? അച്ഛനമ്മ എന്നാണ് ഞാൻ പറയുക. അതിന് പ്രമാണം ഭാഗവത. ശരിയല്ലേ? അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മക്കളെ ഗർഭത്തിൽ കൺസീവ് ചെയ്യുന്ന സമയത്തെ ആ നല്ല ചിന്ത വേണം. അവനെ 10 മാസം ഗർഭത്തിലിരിക്കുമ്പോൾ മാതാവ് ആ ചിന്തയോ അല്ല ഉദാത്ത ചിന്തയോടുകൂടി ജീവിക്കണം. പിന്നെ 10 വയസ്സ് വരെ നാം പറഞ്ഞാൽ കേൾക്കണം പ്രായമായിരുന്നു, അപ്പം കൊടുക്കായിരുന്നല്ലോ അല്ലേ. പിന്നീട് ചെറുപ്പക്കാരായിട്ട് ഉപദേശിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ മുഖ്യ വിഷയം. അപ്പം നോക്കൂ, ഇങ്ങനെയുള്ള ആ സാക്ഷാൽ രുദ്രഭഗവാനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മോപദേശം നേടി ബ്രഹ്മജ്ഞാനിയായ നാഭാഗൻ്റെ അഥവാ കവിയുടെ പുത്രനായിട്ടാണ് അംബരീഷൻ ഉണ്ടായത്. ആ അംബരീഷൻ്റെ മഹാത്മ്യം നോക്കൂ. 7 വൻകരകൾ, ഇന്ന് 7 വൻകരകൾ എന്ന് പറയാം. അന്ന് സപ്തദ്വീപപതിയും മഹിയും എന്നാ പറയാം. 7 ദ്വീപുകളാവുന്ന വൻകരകളാവുന്ന ഭൂമിയുടെ മുഴുവനും ഏകാധിപനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം എത്ര ഉണ്ടായിരുന്നു സമ്പത്ത്? അത്യന്ത ദുർലഭമായിട്ടുള്ളതായ സമ്പത്ത്, അതുരിതമായ ഐശ്വര്യം, ഇതൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ടും അദ്ദേഹം ഇതിലൊന്നും ഭ്രമിച്ചില്ല. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ സ്വപ്ന സമാനമാണ്, ശാശ്വതമായത് ഭഗവാൻ മാത്രമാണെന്ന് അദ്ദേഹം കണക്കാക്കി ഉറച്ചു. പലരും എന്താ സംഭവിക്കുന്നത്? ഐശ്വര്യം കൊണ്ടിട്ട് അന്ധം, അത് ഒരുതരം എന്താ പറയുക, കണ്ണിൽ ഇരുട്ട് വ്യാപിക്കണ മാതിരത്തെ ഐശ്വര്യം കൊണ്ട് അന്ധന്മാരാവും, കണ്ണ് കാണാൻ പറ്റാത്തവരാവും. അങ്ങനെ അനർത്ഥത്തിലും അപകടത്തിലും വീഴാനിടയാവും. എന്നാലോ സർവരെയും മയക്കുന്ന അനർത്ഥത്തിലും അന്ധകാരത്തിലേക്കും തള്ളിവിടുന്ന ഈ സമ്പത്തും സ്ഥാനമാനവും ഐശ്വര്യവും ഒക്കെ 4 മാളുമാല് നിലനിൽക്കുന്നതാണ്. ഇതല്ല ശാശ്വതം, ഭഗവാനാണ് ശാശ്വതൻ എന്നറിഞ്ഞ് ഭഗവാനെ സർവാത്മന ശരണമടഞ്ഞ് ഭജിച്ച പരമഭക്തനായിരുന്നു അംബരീഷൻ. വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം വിശ്വം യേനേദം ലോഷ്ടവത്സ്മൃതം.
ഭഗവാനിലും വാസുദേവനായ ഭഗവാനിലും ഭഗവത് ഭക്തന്മാരിലും അംബരീഷനുണ്ടായ ഭക്തി കൊണ്ട് ഈ പ്രപഞ്ചവും ഭോഗങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ലോഷ്ടവത് മണ്ണാങ്കട്ടയ്ക്ക് സമാനമായിട്ട് അത്ര അദ്ദേഹം കണക്കാക്കിയത്. എന്താ ശരിയായ ഭക്തിയുടെ ലക്ഷണം? ഭക്തിയുടെ ലക്ഷണം ഈശ്വരന് അന്യമായ ഒരു വസ്തുവിലും ആശയില്ലാണ്ടാവല. നമ്മുടെ ഇന്നത്തെ ഭക്തി അങ്ങനെയല്ല. 100,000 വസ്തുക്കളിൽ ആശയുള്ളത് കൊണ്ടാണ് നാം ഭഗവാന്റെ അടുത്ത് പോകണതും ഭഗവാനെ ഭജിക്കുന്നതും പൂജ ചെയ്യണതും വഴിപാട് ചെയ്യണതും അല്ലേ? അത് ഉത്തമ ഭക്തിയല്ല. ഈ അംബരീഷൻ്റെ ഭക്തി ഉത്തമ ഭക്തിയായിരുന്നു. ഉത്തമ ഭക്തി എന്ന് മാത്രമല്ല, ആ ഭക്തൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? ഇന്ദ്രിയങ്ങളെ അടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, സാധകന്മാർക്ക് എല്ലാവർക്കും വളരെ വിഷമമുള്ള കാര്യമാണ് ഇന്ദ്രിയങ്ങളെ അടക്കുക. ഇന്ദ്രിയങ്ങൾ അടങ്ങാണ്ട് ഒരിക്കലും മനസ്സടങ്ങില്ല. മനസ്സ് ഭഗവാനിൽ അടങ്ങാറ് നമുക്ക് ശാശ്വത ശാന്തി എന്ന മോക്ഷമില്ല. എങ്ങനെയാ അംബരീഷൻ ആ ഇന്ദ്രിയങ്ങളെ അടക്കിയത്? പറയണു, മനസ്സുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കും, നാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെയും മഹാത്മ്യങ്ങളെയും ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കും, കാതുകൊണ്ട് ഭഗവാന്റെ കഥകളെയും മഹാത്മാക്കളിൽ നിന്ന് കേൾക്കും, കണ്ണുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരെയും ശ്രീവിഗ്രഹങ്ങളെ ക്ഷേത്രങ്ങളിൽ പോയി പതിവായിട്ട് ദർശനം ചെയ്യും, കാലുകൊണ്ട് ഭഗവാനെ ക്ഷേത്രങ്ങളെയും പുണ്യതീർത്ഥ സ്ഥലങ്ങളെയും പ്രദക്ഷിണം ചെയ്യും, മൂക്കുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച തുളസിയുടെ ഗന്ധം അനുഭവിക്കും, നാവുകൊണ്ട് ഭഗവാന്റെ പ്രസാദം, ഭഗവാൻ നിവേദിച്ച പ്രസാദം ആസ്വദിക്കും, ശിരസ്സുകൊണ്ട് ഭക്തരെയും ഭഗവാനെയും നമസ്കരിക്കും, ഭഗവാന് അർപ്പിച്ച മാല, ചന്ദനം, പുഷ്പം മുതലായതൊക്കെ പ്രസാദമായി സ്വീകരിക്കും. ഭോഗബുദ്ധിയോടുകൂടി അദ്ദേഹം ഒന്നും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ആ അംബരീഷൻ്റെ മഹത്വം പറയണു. ആ അംബരീഷൻ ഒരു മൂർത്തിയിലോ ഒരമ്പലത്തിലോ ഒരു വസ്തുവിലോ മാത്രമല്ല ഭഗവാനെ കണ്ടത്. അത് ഭക്തിയുടെ തുടക്കം. പിന്നെയോ സർവാത്മഭാവ അധികൃത. ആരാണ് ഭഗവാൻ? അഹം ആത്മാ ഗുഡാകേശ സർവബോധാശയസ്ഥിത എന്ന് ഭഗവാൻ പറയണ്ടല്ലോ. എല്ലാവരെയും ഉള്ളിൽ അന്തര്യാമിയായി വിളങ്ങുന്ന അന്തരാത്മാവ് ഞാനാകുന്നു. അങ്ങനെയുള്ള ഭഗവാനിൽ പ്രേമം ഉണ്ടാവുന്നത് എന്താ? ഭഗവാനോടുള്ള പ്രേമത്തിൻ്റെ ആ എന്താ പറയുക അളവ് എങ്ങനെ അളക്കുക? ഗുരുദേവൻ പറയും, ടോട്ടൽ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ബിലവഡ് എന്ന്. പ്രേമഭാജനത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഐക്യം, പൂർണ്ണമായ താതാത്മ്യം. ഭൗതിക ജീവിതത്തിലായാലും അതെ. അപ്പോൾ ഭഗവാനാണ് തൻ്റെ ഭക്തൻ്റെ പ്രേമഭാജനം. ആ ഭഗവാനോടുള്ള ഐക്യം, ആ ഭഗവാനെ സർവചരാചരങ്ങളിലും കണ്ടുവന്ന്, അതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഉള്ളിൽ ആത്മസ്വരൂപനായി കൊടുക്കുന്നത് എൻ്റെ ഭഗവാനാണ് എന്നറിഞ്ഞു. ആ നിലയിലാണ് അദ്ദേഹം ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നത്. ഉത്തമ ഭക്തനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ള യാതൊരു ഭോഗങ്ങളിലും ഇച്ഛയുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഭക്തൻ നാട്ടിലെ പ്രജകൾക്ക് പോലും അദ്ദേഹത്തോടുള്ള സംസർഗം കൊണ്ട് സ്വർഗീയ ഭോഗങ്ങളിൽ ഇച്ഛയുണ്ടായില്ല എന്ന്. പിന്നെ മഹാരാജാവിന് ഉണ്ടായില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഭഗവാന്റെ ആഗ്രഹമില്ല. ഭഗവാന്റെ ഭക്തന്മാർക്ക് 4 വിധ മുക്തികളുണ്ടെന്ന് പറയാം. സാലോക്യ, സാമീപ്യ, സായുജ്യ, സാഷ്ടി മുതലായ മുക്തികൾ. ഇതിൽ പോലും അംബരീഷന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെയുള്ള ആ ഭക്തൻ്റെ നോക്കണം, ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷിത് രാജാവിൻ്റെ കഥ കേൾക്കണ്ടാവും അല്ലേ? പരീക്ഷത്തിൻ്റെ മനസ്സിൽ നിന്ന് മായാഭ്രമം നീക്കി, പ്രപഞ്ചഭ്രമം നീക്കി, മനസ്സ് ഭഗവത്പാദാരവിന്ദങ്ങൾ 7-ാം ദിവസം ഉറക്കലാണല്ലോ ലക്ഷ്യം. അതിന് ഇതുപോലെ സാധിച്ച എത്രയോ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അംബരീഷൻ്റെ കഥ പറയുന്നത്. ഇത്ര വലിയ രാജ്യം ഭരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് രാജ്യത്തിൽ ഒട്ടിയില്ല. ഭഗവാന്റെ ഭൃത്യൻ, ഭഗവാന്റെ സേവകൻ, ഭഗവാന്റെ കൈങ്കര്യം ചെയ്യുന്നു ഞാൻ എന്ന ഭാവത്തിൽ എല്ലാം ഭഗവാൻ തന്നിരിക്കുന്ന വസ്തു ഭഗവാന്റേതെന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട് ആസക്തിയില്ലാതെ മനസ്സ് ഭഗവത് പാദങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ കടമ ഈശ്വരാരാധനമായി നിർവഹിച്ചു. അങ്ങനെ ആ ഭക്തി വർദ്ധിച്ച് എന്തായി? ഗൃഹേഷു ദാരേഷു സുദേഷു ബന്ധുഷു ദിവോത്തമ സ്യന്തനവാജിപത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷു അകരോത് അസന്മതിം. എന്തൊക്കെ? അത്ര വലിയ കൊട്ടാരത്തിൽ എത്രയോ സുന്ദരിമാരായിട്ടുള്ളതായ ആ സ്ത്രീകൾ, പത്നി, മക്കള്, ബന്ധുക്കള്, ആന, കുതിര, സൈന്യം, അക്ഷയമായ സഹിക്കാത്തതായ രത്നങ്ങൾ, ആഭരണങ്ങൾ, സ്വത്ത്, ഇതൊക്കെയും ധാരാളം ഉണ്ടായിട്ടും അസന്മതിം, ഇതൊക്കെ സത്യമല്ല, ഭഗവാൻ മാത്രമാണ് സത്യം എന്നുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായി. ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അനന്യഭക്തി കൊണ്ട് ഭഗവാൻ ശ്രീഹരി സന്തോഷിച്ച് ഭക്തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സുദർശനത്തെ ഏൽപ്പിച്ചു. ഭക്തൻ ചോദിച്ചിട്ടില്ല, ഭക്തൻ അറിയില്ല. ഭക്തന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്,
സുദർശനം എങ്ങനെയത്രേ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി താമസാക്കിയത്? സുദർശനൻ എന്ന് പേരായി ഒരു ഭൃത്യനായിട്ട് അവിടെ സേവകനായി കൂടി അത്രേ. മഹാരാജാവിനറിയില്ല, അംബരീഷനറിയില്ല സുദർശന ചക്രം എന്നെ സേവിക്കാൻ വേണ്ടി വീഴുണ്ടെന്ന്. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രയോ യാഗങ്ങളെ കൊണ്ടും യജ്ഞങ്ങളെ കൊണ്ടും ഭഗവാൻ ശ്രീഹരി ആരാധിച്ചു. മാതൃകാ ചക്രവർത്തിയായി. അങ്ങനെയുള്ള അദ്ദേഹം ഒരിക്കൽ 1 വർഷക്കാലം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ അവസാനത്തിൽ വൃന്ദാവനത്തിൽ മധുവനത്തിൽ കാളിനീൽ സ്നാനമൊക്കെ ചെയ്ത് ബ്രാഹ്മണർക്കും അവിടെയുള്ള സാധുക്കൾക്കൊക്കെ കാലുകഴിച്ചു വിട്ടും അന്നദാനവും വസ്ത്രദാനവും ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കാരമൊക്കെ ചെയ്ത് ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ പാരണയ്ക്ക് ഒരുങ്ങുന്ന സമയത്താണ് വിഷ്ണു പ്രീതികരമായിട്ടുള്ള ആ ഏകാദശി വ്രതത്തിൻ്റെ അവസാനത്തിൽ സാക്ഷാൽ ശിവസ്വരൂപനായ ദുർവാസസ് മഹർഷി അവിടെ വരിക എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണോശ്ച ഹൃദയം ശിവ എന്നാണ് അല്ലേ? വിഷ്ണു ഭക്തന്മാരിൽ ഒന്നാമൻ ശിവന ഭഗവാനാണെന്നാണ് ഭാഗവതം പറയുന്നത്. നമ്മളാരും അല്ല അത്രേ. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ ഒന്നാമനാരാ? അമ്മിയൂരപ്പം കഴിഞ്ഞിട്ടേ നമ്മളെയൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും മഹാനായിട്ടുള്ളതായ ആ മഹാദേവൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണ് ദുർവാസസ്. ആ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാനത്തിൽ ദുർവാസസ് മഹർഷിയോട് അതിഥിയായി വന്നപ്പോൾ മഹാരാജാവിന് എന്താ സന്തോഷം! സാക്ഷാൽ മഹാവിഷ്ണു മഹാദേവൻ പ്രത്യക്ഷമായി അനുഗ്രഹിക്കാൻ വന്ന പോലെ തോന്നി. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങയും കൂടിയും പാദപൂജ ചെയ്ത് അന്നദാനമൊക്കെ ചെയ്തതിന് ശേഷം വേണം എനിക്ക് പാരണ ചെയ്യാൻ. അതിനെന്താ, ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മഹർഷി കുളിക്കാൻ പോയി. വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ജപം തുടങ്ങിയത്രേ. അദ്ദേഹം സമയം പോയതറിഞ്ഞില്ല. ഇവിടെയോ മുഹൂർത്താർത്ഥാവശിഷ്ടായാം ഒരു മുഹൂർത്തം 48 മിനിറ്റ് എന്നൊക്കെ പറയാം. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം 24 മിനിറ്റേ ഉള്ളൂ. ഇനി ആ സമയത്ത് മഹാരാജാവ് വിചാരിച്ചു, ഭക്തൻ വിചാരിച്ചു, ബ്രാഹ്മണാതിക്രമേ ദോഷ ദ്വാദശ്യമേത പാരണേ. ആ മുഹൂർത്തത്തിന് മുമ്പ് പാരണ വീടില്ല വെച്ചാൽ ഒരു കൊല്ലത്തെ വ്രതത്തിന് ഭംഗം വരും. എന്നാൽ ഇത്ര മഹാത്മാവായ ദുർവാസനെ ഞാൻ അതിഥിയായി ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് ഊണൊഴിക്കാതെ ഞാൻ പാരണ ചെയ്തു എന്ന് വെച്ചാൽ അതൊരു വലിയ പാപമല്ലേ, മഹാനിന്ദയല്ലേ? അയ്യോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ധർമ്മസങ്കടത്തിലായ അദ്ദേഹം ചോദിച്ചു. എല്ലാ മഹർഷി അവിടെ കൂടിയിരിക്കുന്ന അറിവുള്ളവരോടൊക്കെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവരും അഭിപ്രായപ്പെട്ടു, ഒരു തുളസി ഇല വെച്ചിട്ട് തീർത്ഥം സേവിച്ച് അങ്ങ് പാരണ വീട്ടിക്കോളൂ. തീർത്ഥം കഴിച്ചാൽ ഊണ് കഴിച്ചാൽ ഫലമില്ല അല്ലേ? എന്നാൽ പാരണ വീടും ചെയ്തു. മഹർഷി വന്ന് ഊണൊക്കെ കൊടുത്തതിന് ശേഷം അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം തീർത്ഥം കഴിച്ച് പാരണ വീടി മഹർഷിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മഹർഷി കുളി കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ മഹാരാജാവ് കാൽക്ക് വന്ന് വീണ് നമസ്കരിച്ച് വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് പോകാൻ നോക്കിയ സമയത്ത് മഹർഷി ത്രികാലജ്ഞാനിയല്ലേ, ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കി ഇവൻ പാരണയും കഴിച്ചിരിക്കുകയെന്ന്. അതോടുകൂടി അദ്ദേഹത്തിനുണ്ടായ കോപം, ക്രുദ്ധനായി ശരീരമാകെ വിറവുകൊണ്ടുകൊണ്ട്, ചുണ്ടൊക്കെ വിറപ്പിച്ചുകൊണ്ട്, കണ്ണൊക്കെ ചോപ്പിച്ചുകൊണ്ട്, ഭക്തൻ തൊഴുത് കൈകൂപ്പിക്കൊണ്ട് തന്നെ കാത്ത് വിനയാന്വിതനായി നിൽക്കുന്ന ആ രാജാവിനെ നോക്കിയിട്ട് പറയാ, അഹങ്കാരിയാണിവൻ, ഭക്തഹീനനാണിവൻ, സ്വയം വലിയവനെന്ന് കണക്കാക്കണവനാണിവൻ, രാജാവാണെന്നുള്ള അഹങ്കാരം കൊണ്ട് എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ട്, അതിഥിയായി ക്ഷണിച്ചിട്ട് എനിക്ക് തരണേന്ന് മുമ്പ് അവൻ കഴിച്ചിട്ടിരിക്കണു. ഞാൻ എന്നെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. സദ്യസ്ഥേ ദർശയെ ഫലം, ഇതിൻ്റെ ഫലം ഉടനെ ഞാൻ കാണിച്ചു തരാമെന്ന്. മഹാരാജാവ് ഒന്നും പറയാൻ അനുവദിച്ചില്ല. ഒരു ജട എടുത്ത് നിലത്തൊരടിയടിച്ചു എന്നാ, ഒരാഭിചാരഭൂതത്തെ ഉണ്ടാക്കി എന്നാ പറയാ. ജ്വലിക്കുന്ന ആകാശം മുട്ടുന്ന വലിപ്പത്തിൽ ഒരു കൃത്തിക, ഒരു വാളൊക്കെ എടുത്ത് ഓങ്ങിക്കൊണ്ട് ആ ഭൂതം അംബരീഷനെ ദഹിപ്പിക്കാനായിട്ട് പാഞ്ഞു എന്നാ. ഭഗവത് സ്മരണയോടുകൂടി യാതൊരു പരിഭ്രമവും ഇല്ലാതെ കൂപ്പുകൈയോടുകൂടി തൊഴുതുകൊണ്ട് ആ അംബരീഷൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞാൻ നിരപരാധിയാണ്, എല്ലാം ഭഗവാന് സമർപ്പണം ചെയ്തവനാണ്. ഈ പുണ്യവേളയിൽ ഈ മഹർഷിയെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഈ മഹർഷിയുടെ കൃത്യയെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോ അവിടുത്തെ ഇച്ഛെങ്കിൽ, അവിടുത്തെ ഇച്ഛയല്ലേ ഈ 3 ലോകത്ത് നടക്കുള്ളൂ, അവിടുത്തെ ഇച്ഛ നടക്കട്ടെ. പൂർണ്ണമായും ഭഗവാന്റെ ഇച്ഛയ്ക്ക് പൂർണ്ണ സമർപ്പണം ചെയ്ത ഉത്തമഭക്തനായ ആ അംബരീഷന് യാതൊരു പരിഭ്രമവും ഭയം ഉണ്ടായില്ല. പക്ഷേ ഭക്തരക്ഷ ഭഗവാന്റെ വ്രതമല്ലേ, ഭഗവാൻ നടപ്പാക്കാണ്ടിരിക്കുമോ? ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അയച്ച സുദർശന ചക്രമായി മാറിക്കൊണ്ട് തീരുപ്പിക്കൊണ്ട് ആ ആഭിചാരഭൂതത്തെ ദഹിപ്പിച്ചു. അവിടെ നിന്നില്ല. കൃത്തികയെ കൊന്ന ആ ചക്രം ഭക്തന് അപരാധം ചെയ്ത, അഭക്തനാണ്, അഹങ്കാരിയാണ്, രാജാവാണെന്നുള്ള അഹങ്കാരം കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ദ്രോഹിക്കാൻ പുറപ്പെട്ട ദുർവാസനെ ചുഴറ്റിക്കൊണ്ട് പിന്നാലോടിച്ചു. ദുർവാസാവ് ഓടി പ്രതീക്ഷിച്ചില്ല ഇത്രയും.
ഗുഹകളിലൊളിക്കുക, മേരുവിൻ്റെ ഗുഹയ്ക്കുക, വെള്ളത്തിലൊളിക്കുക, അവസാനം ലോകാപാലകന്മാരുടെ അടുത്തൊക്കെ പോയി രക്ഷ കിട്ടാതെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി താഹി ആത്മയോനേ എന്ന് പറഞ്ഞ കാൽക്കൽ വീണു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാന്റെ കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് കഴിയും എൻ്റെ ദിവരാർത്ഥം എന്ന് പറഞ്ഞ വലിയ നീണ്ട ആയുസ്. ആ ഭക്തൻ അപരാധം ചെയ്ത് അങ്ങേ ഇവിടെ പിടിച്ചിരുത്താൻ എന്നെ കൊണ്ടാവില്ല. കൊലപാതകം ചെയ്തു വന്ന ഒരാളെ നമ്മുടെ വീട്ടിൽ വരുത്തിയിരുത്തി കഴിഞ്ഞാൽ പോലീസുകാർ നമ്മളെ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ടാവൂലേ, അതുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട പൈക്കോള് പറഞ്ഞു. അവിടുന്ന് വിചാരിച്ചില്ല അങ്ങനെ. ഉടനെ ഈ അച്ഛൻ്റെ സ്ഥാനത്ത് കൈലാസം സർവം കൈലാസവാസിനം പിതാവിൻ്റെ അടുത്തെത്തി. അവിടെ ചെന്നപ്പോഴോ, ഹേ ഉണ്ണി, നീ എങ്ങനെ വിഷ്ണുചക്രത്തിൽ കുടുങ്ങി? ഇതുപോലെ എത്രയെത്രയോ ബ്രഹ്മാണ്ടങ്ങളെ ഭഗവാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു, ഭഗവാൻ സൃഷ്ടിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കണു. ഭഗവാനിൽ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ നിമിഷം പ്രതി ഉണ്ടായി നിലനിന്ന് നശിച്ചുകൊണ്ടിരിക്കണു. ആ ഭഗവാന്റെ മായയുടെ അറ്റം കണ്ടവരല്ല ഞങ്ങളാരും. ഞങ്ങളൊക്കെ ഭഗവാന്റെ സേവനം ചെയ്ത് കഴിഞ്ഞുകൂടുന്നവരാണ്. ഉടനെ ഭഗവാനെ ശരണം അടഞ്ഞോളൂ. തമേവ ശരണം വ്യാഹി ഹരിശബ്ദേ ഹരിഷ്യതി, ഭഗവാൻ നിനക്ക് മംഗളം തരും, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു കൈലാസത്തുനിന്ന് പറഞ്ഞയച്ചു. അവിടുന്ന് പിന്നെ വിനാശനായി പശ്ചാത്താപവിവശനായ ഒരു ആട്ടാണ്. ആഹാ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാകസോമാവഹി വിശ്വഭാവന. ഭഗവാനെ, നരകത്തിൽ വീഴുന്ന പാപം ചെയ്ത ജീവൻ പോലും അവിടുത്തെ തിരുനാമം ജപിച്ചാൽ അതിന്ന് അവിടുന്ന് മുക്തനാക്കില്ലേ? ഞാൻ അറിയാണ്ട് അവിടുത്തെ ഭക്തി ചെയ്ത അപരാധത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ് കാൽക്കൽ പോയി വീണു. ഭഗവാനോ കൈ ഒഴിഞ്ഞുകൊണ്ട് പറയാ, മൂർത്തിയില്ല മഹർഷേ, അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവദ്വിജ. ഞാൻ ഭക്തദാസനാണ്. ഞാൻ ഭക്തന് ഭക്തന്മാർ പതിവ്രതകൾ എങ്ങനെയാണോ അവരുടെ പരിശുദ്ധമായ സ്വഭാവം കൊണ്ട് സേവനം കൊണ്ടും ആ നല്ല ഭർത്താക്കന്മാരുടെ ഹൃദയത്തെ ജയിക്കുന്നത് കവരുന്നത്, ഇതുപോലെ എന്നെ ജയിച്ചവരാ. ആ ഭക്തന്മാരുടെ ഹൃദയം ഞാനും, എൻ്റെ ഹൃദയം അവരുമാണ്. എന്നിൽ നിന്ന് അന്യമായി അവരൊന്നും കാണുന്നില്ല. ഞാനായി അവരെല്ലാത്തെയും കാണുന്നു. അവരിൽ നിന്ന് അന്യമായിട്ട് എനിക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണമടഞ്ഞ ആ ഭക്തരേക്കാൾ വലുതല്ല എൻ്റെ വൈകുണ്ഠമോ മഹാലക്ഷ്മിയോ എൻ്റെ ഈ ദിവ്യ കോമള രൂപം പോലും. അതുകൊണ്ട് രാജൻ മഹർഷേ, ഒന്നോർത്തോളൂ, ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ ഭൂമൻ മാന്യം. അങ്ങക്ക് ജ്ഞാനമുണ്ട്, തപസ്സുണ്ട്, പക്ഷേ മഹാത്മാവായ ഭക്തോത്തമനായ ആ അംബരീഷനോടല്ല കാണിക്കേണ്ടിരുന്നത്. വിനയമുള്ളവരിൽ മാത്രമേ ജ്ഞാനവും തപസ്സും ശോഭിക്കൂ എന്ന് പറഞ്ഞ് അംബരീഷൻ്റെ കാൽക്കൽ പോയി വീഴൂ എന്ന് പറഞ്ഞു. അവിടുന്ന് ദുർവാസാവൊരു ഓട്ടോ ഓടി 1 കൊല്ലം എടുത്തു അത്രേ തിരിച്ച് മഹാരാജാവിൻ്റെ അടുത്തെത്താൻ. ഈ 1 വർഷക്കാലം മഹാരാജാവിൻ്റെ അംബരീഷൻ്റെ മാഹാത്മ്യം നോക്കൂ. അദ്ദേഹം വെറും തീർത്ഥം മാത്രം കഴിച്ചുകൊണ്ട് കാത്തിരിക്കുക, ഈ മഹാത്മാവിൻ്റെ ആപത്ത് വരരുത് പ്രാർത്ഥിച്ചുകൊണ്ട്. കൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ അദ്ദേഹം തോന്നി, മനുഷ്യനായ എന്നെ ഇത്ര വലിയ മനുഷ്യൻ നമസ്കരിക്കാൻ പാടുമോ? കാല് മാറ്റിക്കൊണ്ട് ഞാൻ അങ്ങേ പുരിക്കട്ടെ പറഞ്ഞു. അങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ചക്രത്തോട് പ്രാർത്ഥിച്ച് എന്നെ ഇന്ന് മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. നോക്കണം, ഭഗവാനായി സുദർശനത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ ജന്മത്തിലും ജന്മാന്തരങ്ങളിലും എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പുണ്യം മുഴുവൻ കോട്ടയായി നിന്ന് ഈ മഹാത്മാവിനെ, എൻ്റെ കുലദൈവമായി മഹാത്മാവിനെ കാത്തുരക്ഷിക്കണമേ എന്ന്. ആ പുണ്യം മുഴുവൻ സമർപ്പിക്കുന്ന ത്യാഗബുദ്ധി. ഇങ്ങോട്ട് എത്ര അപരാധം ചെയ്താലും അങ്ങോട്ട് അപരാധം ചെയ്യില്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവജ. ഇങ്ങോട്ട് വെറുക്കുന്നവരെ പോലും അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരുണ്യമാണ് ഭക്തൻ്റെ എന്നൊക്കെ ഭഗവത്ഗീതയിൽ കേൾക്കേണ്ടത് നമ്മൾ. അങ്ങനെയുള്ള ഭക്തനെ കാണണമെങ്കിലോ അംബരീഷൻ്റെ അടുത്തേക്ക് വരണം. തൻ്റെ പുണ്യം മുഴുവനും, ജന്മാന്തര പുണ്യം മുഴുവൻ തെറ്റിദ്ധാരണയോടെ തന്നെ കൊല്ലാൻ പുറപ്പെട്ട ആ ദുർവാസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമർപ്പിക്കുക. പുണ്യം മുഴുവൻ സമർപ്പിച്ചിട്ടും ചക്രം ശാന്തമായില്ല സജ്ജനങ്ങളെ. അവസാനം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, യതിനോ ഭഗവാൻ പ്രീത ഏക സർവഗുണ ആശയ സർവഭൂതാത്മഭാവേന ധിയോ ഭവതു വിജ്വര. സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാൻ, ആ സർവചരാചരങ്ങളിലും ഭഗവാനെ കണ്ട് ഭരിക്കുന്ന എൻ്റെ ഭക്തി കൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടെന്നുവെങ്കിൽ, ഭഗവാനെ, എൻ്റെ കുലദൈവമായി മഹാത്മാവിനെ ഈ ചക്രപീഠത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ട താമസം ചക്രം എവിടെ പോയി എന്നറിഞ്ഞില്ല. പിന്നെ വിധിയാവണ്ണം അദ്ദേഹത്തിന് പാദപൂജയ്ക്ക് നമസ്കാരം ചെയ്ത് എല്ലാം അനുഗ്രഹങ്ങളും കൊടുത്തിട്ടാണ് ദുർവാസസ് പോണത്. ദുർവാസസ് പറയുക, അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടം അദ്യാണ്. ഇന്നാണ് ഭഗവത് ഭക്തന്മാരാര്, ഭഗവത് ഭക്തിയുടെ മഹിമ എന്ത്, ഭഗവത് ഭക്തൻ്റെ മാഹാത്മ്യം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയതത്രേ. കൃതാകസോഭിയത്രാജൻ മംഗളാനി സമീഹത്തെ. എന്താ ഭക്തൻ്റെ ലക്ഷണം? ഇങ്ങോട്ടെത്ര 100 അപരാധം ചെയ്താലും അത് അപരാധം ചെയ്തെന്ന് വിചാരിക്കില്ല. നാളെ വച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ തിരിച്ചു ചെയ്യാമെന്ന് വിചാരിക്കില്ല. അവർക്ക് പോലും കഷ്ടം വരുമ്പോൾ മനസ്സലിയണു, തൻ്റെ കഷ്ടം പോലെ മറ്റുള്ളവരുടെ കഷ്ടം. ഇതാണ് സർവാത്മഭാവം, ഇതാണ് ഉത്തമ ഭക്തി. എല്ലാവരിലും കുടികൊള്ളുന്ന ആ ഭഗവാനാണ് ഒരേ ആത്മസ്വരൂപനായി കുടികൊള്ളുന്നത് എന്നറിയുമ്പോൾ ഏകത്വം വരണു. മറ്റവരുടെ ദുഃഖം എൻ്റെ ദുഃഖം അത് കണ്ട് മനസ്സലിയുന്നു, അവർ നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള മഹാത്മാവായ ആ അംബരീഷൻ്റെ മഹിമ എവിടെ പോയി പറഞ്ഞു ദുർവാസസ്? ബ്രഹ്മസദസ്സിൽ പോയി പാടിയത്രേ. ഇത്ര വലിയ ജ്ഞാനിയായ ദുർവാസസിന് അറിയില്ലേ ഇദ്ദേഹം തീർത്ഥേ കഴിച്ചിട്ടുള്ളൂ എന്ന്?
ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന് ദുർവാസസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദുർവാസനകളാണ് നമുക്ക് ഈ ഭഗവത് പ്രാപ്തിക്ക് എപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. ആ ദുർവാസനകളെ നിരാസനം ചെയ്യണം. സുദർശനം എന്ന് പറഞ്ഞാൽ എന്താ? സത്യദർശനമാണ്. എല്ലാത്തിലും ഭഗവാനെ ദർശനം. സുതലം മഹാബലി അയച്ചു എന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഭഗവാനെ കാണുന്ന തലം, എപ്പോഴും എല്ലാത്തിലും ഭഗവാനെ കാണിച്ചു തരുന്നതാണ് സുദർശനം, ശരിയായ ദർശനം. എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഭു. ആ ദർശനമാണ് സുദർശനം. ആ സുദർശനത്തിൻ്റെ നേരെ ദുർവാസനകൾക്ക് നിൽക്കാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലായോ? അതാണ് അത് ഓടിച്ചത്. അവസാനം മഹാത്മാക്കളെ ഭക്തനെ ആശ്രയിച്ചപ്പോഴോ ആ ദുർവാസനകളിൽ നിന്നൊക്കെ മോചനം നേടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എടുക്കാം. ദുർവാസാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്തൻ്റെ മഹത്വം ഇത്രയുണ്ടെന്നും ഭക്തിയുടെ മഹിമ ഇത്രയുണ്ടെന്നും എല്ലാം വിട്ട് എന്നെ ആശ്രയിക്കുന്ന ഭക്തനെ ഭഗവാൻ വാസുദേവ ഭക്താനാം അശുഭം വിദ്യതയെ കുജിതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമുക്ക് സാധാരണക്കാർ പറഞ്ഞാൽ പോരല്ലോ, വലിയ ആൾക്കാർ പറഞ്ഞാലല്ലേ വിശ്വാസമാവുക. ദുർവാസാവിനെ പോലുള്ള മഹാത്മാക്കളെ കൊണ്ട് ഭക്തമഹിമ ലോകത്തെ അറിയിക്കണം. അപ്പോഴാണ് നമുക്കൊക്കെ ശ്രദ്ധ വരികയല്ലേ. ഗുരുവായൂരപ്പനെ മുറുകെ ആശ്രയിക്കുക. ഭഗവാനാണ് സത്യം, ഭഗവാനാണ് ശാശ്വതം. ഈ ലോകത്തിലെ എല്ലാ സമ്പത്തും നശ്വരമാണ്. നശ്വരത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഞാൻ ശാശ്വതനായ ഭഗവാനെ വിടില്ല. എനിക്ക് എന്ത് പോയാലും എൻ്റെ കയ്യിലെങ്കിലും വിരോധമില്ല, എനിക്ക് എൻ്റെ ഭഗവാനെ മതി എന്ന ഭാവത്തിൽ ഭഗവാനെ സർവാത്മന ആശ്രയിക്കാനുള്ള മനസ്ഥിതി വരും. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ. അപ്പോൾ ഭഗവാന്റെ മാഹാത്മ്യം നോക്കൂ. പറയണം, അഹാ അച്യുതാനന്ദ സദീപ്സിത പ്രഭോ കൃതാകസോ മാവഹി വിശ്വഭാവന. ഭഗവാനെ, അവിടുന്നാണ് അച്യുതൻ, നാശരഹിതൻ. അവിടുന്നാണ് സജ്ജനങ്ങളാൽ സദാ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവേശ്വരൻ. അവിടുന്ന് വിശ്വത്തെ സങ്കല്പം മാത്രം കൊണ്ട് സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭുവാണ്. അവിടുത്തെ സങ്കല്പം കൊണ്ടാണ് ഈ പ്രപഞ്ചകോടികൾ ഉണ്ടായി നിലനിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ, അവിടുത്തെ ഭക്തൻ ഞാൻ അപരാധം ചെയ്തു. അജാനതാദേ പരമാനുഭാവം കൃതം മയാഘം ഭവദപ്രിയാണാം വിദേഹി തസ്യാപജിതിം വിധാതഃ മുച്ഛേദ എന്നാംനുജിതേ നാരകേവി. അജാമിളൻ്റെ കഥയിൽ നമ്മൾ കണ്ടൂലേ, എത്രയോ മഹാപാപങ്ങൾ അറിയാണ്ട് ചെയ്തിട്ടും അറിയാണ്ട് പുത്രനെ വിളിക്കാന്ന ഭാവത്തിൽ ഭഗവാന്റെ നാമം ജപിച്ചതാ. യമദൂതന്മാരൊക്കെ ഓടിപ്പോണ്ടി വന്നില്ലേ? അത്രയാണ് ഭഗവാന്റെ നാമത്തിന് മഹിമയെങ്കിൽ, നാമത്തിന് ഇത്രയും മഹിമയുണ്ടെങ്കിൽ നാമിക്ക് എത്ര മഹിമയുണ്ടാവും? നാമം ജപിച്ചുകൊണ്ട് അച്യുത അനന്ത സതീപ്സിതപ്രഭു നാമം ജപിച്ചുകൊണ്ടാണ് ദുർവാസസ് ഓടി വന്നേക്കണേ അല്ലേ? നേരിട്ട് വൈകുണ്ഠമൂർത്തിയുടെ കാൽക്കൽ വന്നിട്ടാണ് വീണ് നമസ്കരിച്ചിരിക്കുന്നത്. എന്നിട്ടും ഭഗവാൻ പറഞ്ഞെന്താ? ധാരാകാര പുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വാ മാം ശരണം യാത. ചോദിക്കുകയാണ്, പറയാൻ എളുപ്പമാണല്ലേ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ സകലതും. ഇതെല്ലാം ശാശ്വതമല്ല, ഭഗവാൻ മാത്രം ശാശ്വതം എന്നൊക്കെ പറയാനും കേൾക്കാനും സുഖം. പക്ഷേ ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ എളുപ്പമാണോ? ഇതൊക്കെ നശ്വരമെന്നറിഞ്ഞ് എല്ലാത്തിലുള്ള ആസക്തിയും മമതയും വിട്ട് ഞാനാണ് ശാശ്വതൻ എന്നറിഞ്ഞ് എന്നെ ശരണമടഞ്ഞവനാണ് അംബരീഷനെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ ആരാ? ഗുരുവായൂരപ്പനാണ്. എല്ലാം ഹിത്വ, എല്ലാത്തിലുള്ള ആസക്തി വിട്ടുവെച്ച് മാം ശരണം വ്യാത, എന്നെ ശരണമടഞ്ഞവനായി അംബരീഷൻ. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ കഥം താൻ തെക്തുമുത്സഹേ, അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് എന്നെ ശരണമടഞ്ഞ എൻ്റെ ഭക്തനെ ഞാൻ എങ്ങനെ കൈവടിയും? ഭഗവാൻ കൈവടിഞ്ഞ ആ ഭക്തൻ്റെ സ്ഥിതി എന്താ ആലോചിച്ച് നോക്കൂ. ഭഗവാൻ കൈവടിയോ? നമ്മളെല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിക്കാത്തതുകൊണ്ടാണ് ആ ഭഗവാന്റെ കൃപ അനുഭവപ്പെടാത്തത്. അനുഭവപ്പെടുന്നില്ലെങ്കിൽ പറ്റില്ല. മൈ ദർഭത്ത ഹൃദയ, എന്നെ അവരെ എന്നെ വശീകരിച്ചിരിക്കുക അവരുടെ പ്രേമഭക്തി കൊണ്ട്. സാധവ സമദർശനാഹ, സജ്ജനങ്ങളെല്ലാവരിലും എന്നെ കാണുന്നവരാ, സമദർശനമുള്ളവരാ. വശീകുർവന്തി മാം ഭക്തിയ, എന്നെ വശീകരിക്കുന്നു അവരുടെ ഭക്തി കൊണ്ട്. സസ്ത്രിയ സൽപതീം യഥാ. അവിടെ വീണ്ടും ഈ ഭാര്യാഭർത്ത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല ഭർത്താക്കന്മാരെ, നല്ല ഭാര്യമാർ എങ്ങനെയാണോ സ്നേഹം കൊണ്ട് ശുശ്രൂഷ കൊണ്ട് ഹൃദയം കട്ടെടുക്കണം എന്നർത്ഥം. ഇങ്ങനെ വേണം. മത്സേവയ, ഭഗവാൻ പറയണ വാക്ക്, മത്സേവയാ പ്രതീതം ജാം സാലോക്യാതി ചതുഷ്ടയം നേച്ഛന്തി സേവയാ പൂർണ്ണ ഉദോന്യത് കാല വിദ്രുതം. എന്നെ ഭക്തന്മാർ ഭഗവാനെ സേവിക്കണത് എന്തെങ്കിലും ഭഗവാന് കിട്ടണം ചിട്ടല്ല. നോക്കണം, ഭഗവാനോ തന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് മോഹവും. അങ്ങനെ ഭഗവാനെ ഭജിക്കണേന് ഭഗവാൻ ഭക്തന്മാർക്ക് 4 തരത്തിലുള്ളതായ മുക്തി കൊടുക്കും. അത്രയർത്ഥം സാലോക്യം, സാരൂപ്യം,
സാമീപ്യം, സായുജ്യം മുതലായ മുക്തികൾ. അങ്ങനെയൊക്കെയുള്ള സാലൂക്യാദി ചതുഷ്ടയം കൊടുത്ത ഭഗവാൻ കൊടുത്താൽ പോലും നയിച്ചന്തി വേണ്ട എന്ന് പറയും. മോക്ഷത്തിൽ പോലും ആഗ്രഹമില്ല എന്ന് നോക്കണം. മുക്തിക്ക് വേണ്ടി ഭഗവാനെ ഭജിക്കുന്ന ആ ഭക്തി ഉണ്ടല്ലോ, അത് ഒരുപടി താഴെയെന്നാണ് പറയണത് ഭഗവാൻ. മുക്തി പോലും ആഗ്രഹിച്ചിട്ടല്ല അംബരീഷൻ ഭഗവാനെ ഭജിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയോ സേവയാ പൂർണ്ണ, ഭഗവാനെ നാമം ജപിക്കാൻ കഴിയുന്നതുകൊണ്ട്, ഭഗവാന്റെ കഥ പറയാൻ കഴിയുന്നതുകൊണ്ട്, ഭഗവാനെ സേവിക്കുക ചെയ്യുന്നുണ്ട്, ഭഗവാന് വേണ്ടി കൈങ്കര്യം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ഭക്തൻ കൃതാർത്ഥന. അതാണ് കേട്ടോ മുക്തി വേണ്ടാത്ത ഭക്തൻ എന്നാണ് പറയുന്നത്. മുക്തിക്ക് വേണ്ടി ഭഗവാനെ ഭജിക്കുന്ന ഭക്തനേക്കാളും ഒരുപടി മേലെയാണ് മുക്തി വേണ്ടാത്ത ഭക്തൻ. ഇനി ജനനം മരണമൊന്നും വേണ്ടാന്നാണ് പറയണത്താണ് ഭഗവാനെ ഭജിക്കണം നമ്മളല്ലേ. ഭക്തൻ പറയും ഞാൻ എത്ര ജന്മം വേണമെങ്കിൽ എടുക്കാൻ തയ്യാറാണ് ഭഗവാനെ. ആ ജന്മങ്ങളിലൊക്കെ ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കി തരണം. നമോത്തമ ശ്ലോക ജനേഷു സഖ്യം, വൃത്രാസുരൻ പ്രാർത്ഥിച്ചില്ലേ ഭഗവാനെ. ആ ജന്മങ്ങളിലും ഉത്തമ ശ്ലോകന്മാരായ ഉത്തമ ഭക്തന്മാരുമായ സത്സംഗം ഉണ്ടായ പിന്നെ എന്തു വേണം? നല്ല സത്സംഗം ഉണ്ടാവണം, ഉത്തമ ഭക്തി ഉണ്ടാവണം, ഭഗവാന്റെ സേവ ചെയ്യണം, ഭഗവാന്റെ കൈങ്കര്യം ചെയ്യണം. കുതോന്യത് കാലവിദ്രുതം, അങ്ങനെയുള്ള ഭക്തന്മാരെ എങ്ങനെയാണ് കാലം കൊണ്ട് നശിച്ചു പോകുന്നതായ നശ്വരമായ പ്രാപഞ്ചികമായ ഭോഗങ്ങളോ പണമോ അധികാരമോ ഭ്രമിപ്പിക്കുക ചോദിക്കുക. ഇതായിരുന്നു ഈ അംബരീഷൻ്റെ മനസ്സിൻ്റെ നിലാനൃത്തം. അപ്പോൾ ഭക്തർ മുക്തി ആവശ്യപ്പെടുന്നില്ല. അവരോ അവരുടെ ഹൃദയത്തിൽ ഭഗവാനെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഭഗവാനെ ഈ ജഗത്തിൽ എല്ലാത്തിലും കണ്ടുകൊണ്ട് എല്ലാം ഭഗവന്മയമെന്ന് കണ്ട് കൃതകൃത്യന്മാരായി തീരുന്നു. അങ്ങനെയുള്ള ആ ഭക്തന്മാർക്ക് ദ്രോഹം ചെയ്താൽ ഭഗവാന് സഹിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇതാണ് ഭക്തിയുടെ ലക്ഷ്യം. നോക്കണം, ഇങ്ങനെയുള്ള കഥകൾ എന്തിനു പറയണു? നമുക്കൊക്കെ ഭക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടി പലതും ചെലവിടുന്നതും. പക്ഷേ നമ്മൾ ഈ മാർഗത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുക. അംബരീഷൻ്റെ ആ നില, അംബരീഷനെ പോലെയുള്ള ആ സർവാത്മഭാവം എത്തുമ്പോഴാണ് നമ്മളൊക്കെ ഭക്തിയുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളുടെയും സാഫല്യം അടയുന്നത്. അത് ഓർമ്മിപ്പിക്കുക. എന്നിട്ട് ഭഗവാൻ പറയാണ്, അങ്ങ് എന്നോട് എൻ്റെ കാൽക്കൽ വന്ന് എന്തിനാ ഇങ്ങനെ കരയണത്? അങ്ങ് എന്നോട് അപരാധമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപരാധം ചെയ്ത ആളോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? ഭഗവാൻ ചോദിക്കുക, വൈകുണ്ഠമൂർത്തി ചോദിക്കുക, ശ്രീഹരി ചോദിക്കുക അംബരീഷനോട്. അപരാധം ചെയ്ത് അംബരീഷ മഹാരാജാവിനോട്. അതുകൊണ്ട് ഉപായം കഥയിഷ്യാമി, ഞാൻ അങ്ങക്ക് ഒരു ഉപായം പറഞ്ഞുതരാം. എന്താ? ആരെ കൊല്ലാൻ വേണ്ടി തെറ്റിദ്ധരിച്ച് അഭിചാരഭൂതത്തെ ഉണ്ടാക്കി വിട്ടപ്പോഴാണോ അങ്ങക്ക് ഈ ആപത്ത് പണഞ്ഞത്, സുദർശനം അങ്ങേ ആക്രമിക്കാൻ വന്നത്? ആ അംബരീഷൻ്റെ കാൽക്കൽ പോയി തമേഹ ശരണം വ്യാഹി, ആ അംബരീഷൻ്റെ കാൽക്കൽ പോയി വീഴൂ, അദ്ദേഹത്തിനോട് ക്ഷമിക്കുക പറയൂ. അദ്ദേഹം അങ്ങോട്ട് ക്ഷമിച്ചാലേ ഇനി അങ്ങേ ചക്രം വിടൂ. സാധുഷു പ്രഹിതം തേജോ പ്രഹർത്തു കുരുതേ അശിവം, പ്രഹർത്തു കുരുവേ അശുദ്ധം. പറയാണ്, ആ സജ്ജനങ്ങളോട് നമ്മൾ അപരാധം ചെയ്താൽ ആ സജ്ജനങ്ങൾ ഒരിക്കലും നമുക്ക് നമ്മൾ ചെയ്യണ മാതിരി തിരിച്ചു ചെയ്യില്ല. നമ്മൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞില്ലേ, നാളെ വെച്ചിട്ടുണ്ടവൻ പിന്നെ അവസാനം വരുമ്പോൾ കൊടുക്കാം, നമുക്കങ്ങനെ തോന്നിയത് വരാം. പക്ഷേ സജ്ജനങ്ങൾ അവരെ തന്നെ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ എല്ലാവരിലും കാണുമ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രതികാരം ചെയ്യാൻ മനസ്സ് വരിക? ഈശ്വരനെ എല്ലാത്തിനും കാണുന്നവർക്ക് പ്രതികാര ബുദ്ധി ഉണ്ടാവില്ലല്ലോ. പക്ഷേ എന്താ ഉണ്ടാവുക? അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് എന്തെങ്കിലും ദ്രോഹം ആരെങ്കിലും ചെയ്താൽ പ്രഹർത്തുഹു, ആരാണോ അത് പ്രയോഗിച്ചത് ചെയ്തത്, പ്രഹർത്തു അയാൾക്ക് തന്നെ അത് തിരിച്ചു വരും. അത് അമംഗളത്തിന്, ദുഃഖത്തിന്, ക്ലേശത്തിന്, ദുരിതത്തിന് കാരണമായി തീരും. നമുക്ക് കാണാം, യാതൊരു തെറ്റും ചെയ്യാത്ത ആ ജഡഭരത യോഗീശ്വരൻ അല്ലേ, അദ്ദേഹം ചുമ്മാ അവിടെ ആ ആരുടെയോ പറമ്പിൽ കാവലിരിക്കുകയായിരുന്നു. രാജാവിന് കുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭദ്രകാളിക്ക് ബലിയർപ്പിക്കാൻ ഭൃത്യന്മാർ പിടിച്ചുകൊണ്ട് പോയില്ലേ, അവിടെ കൊണ്ട് ബലിപീഠത്തിലിരുത്തി. അദ്ദേഹം ഭ്രമം ഉണ്ടായില്ല, പക്ഷേ ഭദ്രകാളിയമ്മയ്ക്ക് ഇരിക്കുക പൊറുതിയില്ല ഉണ്ടായി. ശരിയല്ലേ? വിഗ്രഹസ്വരൂപിണിയായ അമ്മ അനുഗ്രഹസ്വരൂപിണിയായി വന്ന് രാജാവിനെയും പുരോഹിതനെയും ഒക്കെ കൊന്നു, ആ ഭക്തനെ രക്ഷിച്ചു ഇല്ലേ. അദ്ദേഹം തിരിച്ചു വല്ലതും ചെയ്തോ? ഇല്ല, ഭക്തന്മാർ തിരിച്ചൊന്നും ചെയ്യില്ല. അതാണ് അദ്വേഷ്ട സർവഭൂതാനം. ആരോടും വെറുപ്പും വിദ്വേഷവും മത്സരബുദ്ധിയും ഇല്ല എന്ന് മാത്രമല്ല, പോസിറ്റീവായിട്ട് മറിച്ച് മൈത്ര കരുണയവർ, അവരോടൊക്കെ കാരുണ്യവും വാത്സല്യവും ദീനാനുകമ്പയും ദയയും, കഷ്ടപ്പെടുന്നവരുടെ കാരുണ്യവും ദയവും ഒക്കെ ഉണ്ടിനും. അതാണ് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഭക്തി ഉത്തമാവുക. ഇവിടെ നമുക്ക് കാണാൻ വിരോധമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പോലും ദുർവാസാവിന് പോലും കഷ്ടം വന്ന് കണ്ട് സഹിക്കവയ്യാതെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. തവോ വിദ്യാജ വിപ്രാണാം നിശ്രേയസകരേ ഉഭേ തേ ഏവ ദുർവിനീതസ്യ
കൽപ്പേതേ കർത്തുരന്യഥ. നോക്കൂ, ഇതൊക്കെ നമുക്കുള്ള പാഠമാണ്. ഭഗവാൻ പറയാണ്, തപസ്സും വിദ്യയും ബ്രാഹ്മണർക്ക് നല്ലതാ, ശ്രേയസ്കരമാണ്. പക്ഷേ ആർക്ക്? എങ്ങനെയുള്ള ബ്രാഹ്മണർക്ക്, എങ്ങനെയുള്ള ആളുകൾക്ക്? വിനയമുള്ളവർക്ക് എന്നർത്ഥം. തേ ഏവ, ഈ തപസ്സും പഠിപ്പും തന്നെ വിനയമില്ലാത്തവന് അഹങ്കാരത്തിനും അധപ്പതനത്തിനും ഹേതുവായി തീരും. ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം. വേൽപ്പത്തൂർ പറയും നാരായണീയത്തിൽ, വിനയമുള്ളവരിൽ മാത്രമേ അറിവും തപസ്സും ഒക്കെ ശോഭിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ദുർവാസാവിനെ അംബരീഷൻ്റെ അടുത്തേക്ക് അയക്കുന്നതിലൂടെ എന്താ? അദ്ദേഹത്തിന് തപസ്സുണ്ട്, വലിയ പഠിപ്പുണ്ട്, പക്ഷേ എന്തില്ല? വിനയില്ല. അതൊന്ന് പഠിപ്പിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. അഥവാ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. യാഹി അംബരീഷപദമേവ ഭജേതി ഭൂമൻ. അതുകൊണ്ട് പൊക്കോളൂ അംബരീഷൻ്റെ അടുത്തേക്ക്, അംബരീഷനെ സമാധാനിപ്പിച്ചോളൂ, അംബരീഷൻ ക്ഷമിച്ചാൽ അങ്ങക്ക് രക്ഷ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടിയത്. എന്താ ഭഗവാൻ ഇതിലൂടെ പറയണത്? ഭക്തൻ്റെ മഹിമയെ, ഭക്തിയുടെ മഹിമയെ പ്രകീർത്തിക്കുക. ഈ ഇതിഹാസം അല്ലെങ്കിൽ ഈ കഥ കേൾക്കുന്ന ആർക്കാണ് ഈ ഭഗവാനെ ഉപേക്ഷിക്കാൻ തോന്നുക? ഈ ഭഗവാനെ കൈവടിയാൻ തോന്നുക? ഈ ഭഗവാനെ ഭജിക്കാണ്ടിരിക്കാൻ തോന്നുക? വേറെ ആരും അവസരം വരുമ്പോൾ നമ്മളെ കൈ ഒഴിഞ്ഞു വരും അല്ലേ? അച്ഛനൊഴിയാം, അമ്മ ഒഴിയാം, ഭാര്യ ഒഴിയാം, ബന്ധു ഒഴിയാം, എല്ലാവരും നമ്മളെ കൈവിട്ടുന്ന് വരാം അല്ലേ? ഒരിക്കലും നമ്മളെ കൈവിടാത്ത ഒരാളാരാ? ഭഗവാൻ മാത്രം. അതിന് നമുക്ക് കൊടുക്കേണ്ട വില എന്താ? നിഷ്കളങ്കമായ ഭഗവത് സ്നേഹം, ഭഗവത് പ്രേമം ഒന്ന് മാത്രം നൃത്തം. അതാ. അപ്പോൾ ഭക്തനും ഭക്തിക്കും ഇത്രയും വലിയൊരു പദവി, ഇത്രയും വലിയൊരു അവസ്ഥ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടും അധികം ആൾക്കാരും ഇങ്ങനത്തെ ഭക്തി ഉണ്ടാവാനും ഇങ്ങനത്തെ ഭക്തരാവാനും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ശോചനീയമായ കഥ അല്ലേ? നമ്മൾ ഈ സാമാന്യ ഭക്തിയിൽ ഒതുങ്ങി തൃപ്തരായിരിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ചും കൂടിയൊക്കെ ഈ ഭൗതിക നശ്വരമായ ഭൗതിക പ്രാപഞ്ചിക ഭോഗങ്ങൾ കുറേ കൂടി തരാക്കാൻ വേണ്ടിയിട്ടാണേ. അതിന് ഭഗവാനൊരു ബാല്യക്കാരനായിട്ട് നമ്മൾ കൂട്ടുപിടിക്കുക. അതാണ് നമ്മുടെ ദുഃഖം ഇല്ലാണ്ടിരിക്കാൻ കാരണം നൃത്തം. അംബരീഷിന് പരിഭ്രമം ഉണ്ടായില്ല, ഭയം ഉണ്ടായില്ല, ദുഃഖം ഉണ്ടായില്ല. കുന്തിക്ക് ദുഃഖത്തിന് മേലെ ദുഃഖം വന്നത്, കുന്തിക്ക് വല്ല പരിഭ്രമം ഉണ്ടായ ഭഗവാൻ ശ്രീകൃഷ്ണനോട്? ഇല്ലല്ലോ. അതാണ് ഉത്തമ ഭക്തന്മാരുടെ ലക്ഷണം നൃത്തം. അതെ. അപ്പോൾ യഥാർത്ഥ ഭക്തന്മാർക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അതാണ് സർവാത്മഭാവം. അതിൻ്റെ പേരാണ് സുദർശനം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ദുർവാസനകൾ നിറച്ചുണ്ട്. ദുർവാസന വെച്ചാൽ വിഷയവാസനയാണ് കേട്ടോ. ഈ വാസനകൾ നിറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അവർക്ക് അങ്ങനെയുള്ള ഭക്തന്മാരെയും അങ്ങനെയുള്ള മഹാത്മാക്കളെയും ഉൾക്കൊള്ളാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. അതാണ് ദുർവാസാവിന് ഈ അംബരീഷനെ സഹിക്കാൻ പറ്റാണ്ട്, ഉൾക്കൊള്ളാൻ പറ്റാണ്ടിരിക്കാൻ കാരണം. ആ ദുർവാസനകൾ മുഴുവനും നശിക്കണം. അത് കാമക്രോധങ്ങളുടെ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരിലും പ്രകടമാവും. അപ്പം അംബരീഷന് ഭഗവാൻ സുദർശനം കൊടുത്തു പറഞ്ഞർത്ഥം അംബരീഷൻ്റെ കണ്ണിൽ സുദർശനം ഉണ്ടായിരുന്നു അർത്ഥം. ആ സുദർശനം എന്ന് പറഞ്ഞാൽ ചക്രമായിട്ടല്ല കണക്കാക്കേണ്ടത്. പിന്നെയോ നല്ല ദർശനം ഉണ്ടായിരുന്നു. എന്താ നല്ല ദർശനം? എല്ലാത്തിലും ഭഗവാനെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വേദത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. അലയോ ആരാധ്യരായ ദേവതകളെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ മംഗളമായി നല്ലത് മാത്രം കാണാറാകട്ടെ, കാതുകൊണ്ട് നല്ലത് മാത്രം കേൾക്കാറാകട്ടെ എന്നൊക്കെ. എന്താ നല്ലത്? നല്ലത് ഭഗവാനാ. ഭഗവാന്റെ വാർത്തകൾ കേൾക്കണം. യാതൊന്നു കേൾപ്പത് നാരായണ ശ്രുതികൾ, യാതൊന്നു കാണുന്നത് നാരായണ മൂർത്തികൾ. അത് കാണുമ്പോൾ, അത് വരുമ്പോഴാണ് സുദർശനം എന്ന് പറയുന്ന അർത്ഥം. അപ്പം ആധ്യാത്മിക ദൃഷ്ടിയിൽ ഈ സുദർശനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനിൽ നമ്മുടെ മനസ്സ് ദൃശ്യപ്രപഞ്ചം മുഴുവൻ നശ്വരമാണെന്നറിഞ്ഞ് അച്യുതൻ മാത്രമാണ് നാശരഹിതം എന്നറിഞ്ഞ് അന്തര്യാമിയായ ഭഗവാനിൽ മനസ്സ് ചേരുന്ന സമയത്തുണ്ടാവുന്ന ആത്മാനുഭവം കൊണ്ടുണ്ടാവുന്ന ആ അനുഭൂതിയാണ്. തന്നിലുള്ള ഭഗവാനെ അനുഭവിച്ചവന് മാത്രമേ ബാഹ്യലോകത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എല്ലാത്തിലും ആ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പറ്റില്ല. എല്ലാത്തിലും ഭഗവാനാണെന്നുള്ളത് അതുവരെ ഒരു സിദ്ധാന്തം മാത്രമായി അവശേഷിക്കും. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അംബരീഷനെ സംബന്ധിച്ചിടത്തോളം ആ സമ്യക് ദർശനം സാധ്യമായി. സമ്യക് ദർശനം എന്നതിന് വരും, ശരിയായ ദർശനം എന്നർത്ഥം. അപ്പോൾ ഭക്തൻ്റെ ദൃഷ്ടിയിൽ അന്യവസ്തുവില്ല. പിന്നെന്താ? സർവം വിഷ്ണുമയം ജഗത് ഭക്തൻ്റെ ഭാഷയിൽ. അല്ലെങ്കിൽ സർവം ഖലു ഇതം ബ്രഹ്മ. നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഓരോ പോസ്റ്റുമേ ഓരോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചു നിങ്ങൾ? സർവം വിഷ്ണുമയം ജഗത്, സർവം ഖലു ഇതം ബ്രഹ്മ, ഈശാവാസ്യം ഇതം സർവം. ഇതാണ് സമ്യക് ദർശനം, ഇതാണ് സുദർശനം.
ഈ ദർശനമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഇതുണ്ടായാൽ ഈ ലോകത്തിൽ ഒരാളെപ്പോലും ദുഷിക്കാനും ഒരാൾക്ക് പോലും ഒരു ദ്രോഹം ചെയ്യാനുള്ള മനസ്ഥിതി ആ ആൾക്കുണ്ടാവില്ല. ഇതാണ് ആധ്യാത്മികതയുടെ ലക്ഷ്യം, അഥവാ ആധ്യാത്മികതയുടെ പരിപൂർണത എന്ന് പറഞ്ഞത്. എല്ലാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താ? ഇവിടെ എത്തല. ഇതല്ലേ അതാണ് നമ്മൾ ശബരിമലയിൽ ഈ മാലയിടുന്ന സമയത്ത് ഈ ദർശനമാണ് ശരിക്കും പരിശീലിക്കുന്നത്. ആരെ കണ്ടാലും എന്താ? എല്ലാവരും സ്വാമി 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 സ്വാമി, അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പൻ. സർവരെയും യാതൊന്ന് കാണുമ്പോൾ നാരായണ പ്രതിമ എന്നുള്ള അക്ഷരാർത്ഥത്തിൽ പരിശീലിക്കല്ലേ 41 ദിവസം നമ്മൾ. ആരെ കണ്ടാൽ അയ്യപ്പനാ അല്ലേ? അയ്യപ്പ ദർശനം, സർവത്ര അയ്യപ്പ ദർശനം, സർവത്ര ബ്രഹ്മദർശനം തന്നെ, സർവത്ര അയ്യപ്പ ദർശനം, അത് തന്നെ സർവത്ര വിഷ്ണു ദർശനം അല്ലേ? അത് തന്നെ സമദർശനം, അത് തന്നെ സുദർശനം, അത് തന്നെ സമ്യക് ദർശനം. ഇതാണ് കഥയുടെ പൊരുള്, ആധ്യാത്മികമായ താല്പര്യം എന്നർത്ഥം. അതെ, അംബരീഷൻ ഈ സുദർശനത്തെ പോലും കണ്ടത് എങ്ങനെയാ നോക്കൂ. ആ സുദർശനത്തെ സ്തുതിക്കുന്ന ഒരു നോക്കൂ. ത്വം അഗ്നി, ത്വം ഭഗവാൻ സൂര്യ, ത്വം സോമോ ജ്യോതിഷാംപതി, ത്വം ആപഹ, ത്വം ക്ഷിതിർവ്യോമ, വായുർമാത്രേന്ദ്രിയാണിജ. പറയാണ്, അങ്ങാണ് ഭഗവാൻ, സൂര്യഭഗവാൻ, അങ്ങാണ് ചന്ദ്രനായിരിക്കുന്നത്. വാസ്തുവിലൊക്കെ ആയിട്ടിരിക്കണം ഭഗവാനല്ലേ? സൂര്യനായിരിക്കുന്നതും ചന്ദ്രനായിരിക്കുന്നതും അഗ്നിയായിരിക്കുന്നതും പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും തന്മാത്രകളായിരിക്കുന്നതും ഇന്ദ്രിയങ്ങളായിരിക്കുന്നതും ഇവയെല്ലാം ചേർന്ന് ഈ പ്രപഞ്ചമായിരിക്കുന്നതും ഏതൊരു ഭഗവാനോ അങ്ങനെയുള്ളതായ സുദർശനമേ, സുദർശന അങ്ങേക്ക് ഞാൻ നമസ്കാരം ചെയ്യുന്നു. എൻ്റെ കുലദൈവമായ ഇദ്ദേഹത്തിനെ അനുഗ്രഹിക്കൂ, വെറുതെ വിടൂ. പിന്നെ പ്രാർത്ഥിച്ചു. ഭഗവാൻ സുദർശനത്തെ ഉപയോഗിക്കാറെപ്പോഴാ? മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ സുദർശനം ഉണ്ട് അല്ലേ? ഈ സുദർശനം ദുഷ്ടന്മാരെ നശിപ്പിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ്, ശിഷ്ടന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സത്വം ജഗത്രാണ ഖലപ്രഹാണയേ നിരൂപിത സർവസഹോ ഗദാഭൃത വിപ്രസ്യജാസ്മത് കുലദൈവഹേതവേ വിദേഹി ഭദ്രം തദനുഗ്രഹോഹിന. പറയാണ്, വിശ്വരക്ഷകനായ സുദർശനമേ, അവിടുന്ന് യുദ്ധത്തിൽ ധാരാളം ശത്രുക്കളെ സംഹരിക്കുന്നു. ഗദയെ ധരിച്ചിട്ടുള്ള ഭഗവാൻ, ഗദാധരനായ മഹാവിഷ്ണു അവിടുത്തെ എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്? ഖലപ്രഹാണയെ, ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ദുർവാസസ് ദുഷ്ടനല്ല. പിന്നെയോ അസ്മത് കുലദൈവം, ഞങ്ങളുടെ കുലദൈവമാണ്, ഞങ്ങളുടെ പരദേവതയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊല്ലരുതേ, അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിനെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ എന്നാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് സുദർശനം മാറിയില്ല എന്ന് കണ്ട സമയത്ത് പുണ്യം മുഴുവനും സമർപ്പിച്ചത് നൃത്തം. ആര് ചെയ്യും ചോദിക്കുകയാണ്. ദുഷ്കര കോനു സാധൂനാം, ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ഭക്തന്മാർക്ക് എന്താണ് തിരിക്കാൻ വിഷമുള്ളത്? അവരവരുടെ ജീവിതം തന്നെ പരഹിതത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കണു. ദുസ്തജോ വാ മഹാത്മനാം യൈ സംഗൃഹീതോ ഭഗവാൻ സാത്വതാം ഋഷഭോഹരി. ഭക്തപരിപാലകനും സർവശക്തനുമായ ആ ഭഗവാനെ ഭക്തി കൊണ്ട് ഹൃദയത്തിൽ കെട്ടിയിട്ടിട്ടുള്ള, സ്വന്തമാക്കിയിട്ടുള്ളതായ ഭക്തന്മാർക്ക് ഈ ലോകത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല, അവർക്ക് തിരിക്കാൻ പ്രയാസമുള്ളതായിട്ടൊന്നുമില്ല. അവർക്ക് എന്തും എളുപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും എന്നർത്ഥം. ഇങ്ങനെ ഭഗവാനെ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഭഗവാന്റെ ആ കാരുണ്യം ഏത് രീതിയിലാണ് നമ്മളെ അനുഗ്രഹിക്കുക? നമ്മൾ സാധാരണ നാമം ജപിച്ചും കഥ കേട്ടും കഥ പറഞ്ഞും ഒക്കെ ആണ് ഈശ്വരനെ ഭജിക്കുന്നത്. പക്ഷേ ആ ഭഗവത് ഭക്തി പരിപൂർണമായതിൻ്റെ ലക്ഷണം എന്താ? ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും. പ്രത്യേകിച്ചും ഈ 8ഉം 9ഉം സ്കന്ധങ്ങൾ എടുത്തു പറയാം. 8 ജ്ഞാനം എന്ന ഭക്തിയുടെ പുത്രൻ്റെ കഥയും 9 വൈരാഗ്യം എന്ന പുത്രൻ്റെ കഥയാണ്. ഇതിലൊത്തിരി കഥകളുണ്ട്. സൗഭരിയുടെ കഥകളൊക്കെ നമ്മൾ ഇനി കേൾക്കും. അതൊക്കെ വൈരാഗ്യമുണ്ടാവാനുള്ള പ്രയാസവും ആ വൈരാഗ്യത്തിൻ്റെ ആവശ്യകതയും സൂചിപ്പിക്കണമെന്ന് അർത്ഥം. ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം എന്നല്ലേ പറഞ്ഞേക്കണേ ഭാഗവതം. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭക്തി ഉണ്ടാകണം. ഈശ്വരനാണ് ശാശ്വതം, ഈശ്വരനാണ് സത്യം, ഈശ്വരനാണ് സർവവും എന്നറിഞ്ഞ് സർവാത്മന ഈശ്വരനെ ആശ്രയിക്കുന്ന ഭക്തന് ആ ഭക്തിയുടെ പുത്രന്മാരായ സന്തതികളായിട്ട് ആ ഭക്തന്മാരുടെ മനസ്സിൽ ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ നശ്വരത ബോധ്യപ്പെട്ട് അതിലുള്ള ആസക്തി പോകുക. അതാണ് വിരക്തി. ജ്ഞാനമോ ആ ഈശ്വരനെ സ്വന്തം ഹൃദയത്തിൽ ഇപ്പം അംബരീഷൻ അനുഭവപ്പെട്ടില്ലേ?
അങ്ങനെ സർവാത്മഭാവം ഉണ്ടായില്ലേ, ആ അനുഭൂതി, ആത്മാനുഭവം. ഇത് രണ്ടും ഈ ഭക്തിയുടെ ലക്ഷ്യമാണ്. ഇത് കിട്ടുമ്പോഴാണ് ഭക്തി പരിപൂർണയും കൃതാർത്ഥയാവുന്നത്. നമ്മൾ മഹാത്മ്യത്തിൽ കണ്ടുല്ലോ, മക്കൾ വയസ്സായി പോയത് കൊണ്ട്, ഉറങ്ങിപ്പോയത് കൊണ്ട് കരയുന്ന ഭക്തിദേവിയാണ് മഹാത്മ്യത്തിൽ കണ്ടത്. നമ്മളിൽ പതിക ആൾക്കാരും ആ കരഞ്ഞുകൊണ്ടിരിക്കണം ഭക്തി മാതാവിൻ്റെ അവസ്ഥയിലാണ്. എന്താ കാരണം, നമ്മുടെ ഉള്ളിൽ ജ്ഞാനം എന്ന ഉണ്ണിയും വൈരാഗ്യം എന്ന ഉണ്ണിയും ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ വയസ്സന്മാരായി, അല്ലെങ്കിൽ ജരാനരകൾ ബാധിച്ചു. ഭാഗവത ശ്രവണ ആദികളിലൂടെ, പ്രത്യേകിച്ചും ഈ അംബരീഷൻ്റെ കഥയെ സുകന്യാചരിതത്തിലൂടെയൊക്കെ അതിന് ഉണരാനുള്ള പ്രത്യേകിച്ചുള്ളതായ അവസരങ്ങൾ പ്രത്യേകം കഥയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ദുർവാസനകളെ എങ്ങനെ ഒതുക്കണം, മനസ്സാകുന്ന ദേവേന്ദ്രൻ്റെ ആ അസൂയയിലൂടെ മനസ്സ് എപ്പോഴും നമ്മളെ ബഹിർമുഖമായ വിഷയങ്ങൾ നശ്വരത്തിലേക്ക് തന്നെ കെട്ടിയിടുള്ളൂ, ഒടിച്ചു കൊണ്ടുപോകുള്ളൂ. ഭഗവാനാണ് സത്യം ശാശ്വതമെന്ന് അംബരീഷനെ പോലെയുള്ള മഹാന്മാരുടെ കഥകൾ കേട്ട് ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ കഴിഞ്ഞ ഭക്തന് സർവത്തിലും ഭഗവത് ദർശനം എന്ന സമദർശനം ദർശനം സാധ്യമാകും. മാത്രമല്ല, അവർക്ക് ബ്രഹ്മദണ്ഡത്തിൽ നിന്ന് പോലും യാതൊരു ബാധയുണ്ടാവില്ല. ദുർവാസത്തിൻ്റെ ഈ ശാപത്തിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ഈ ദ്രോഹത്തിൽ നിന്ന് പോലും അംബരീഷന് യാതൊരു ബാധയുണ്ടായില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള മഹാന്മാരെ ദ്രോഹിച്ചാൽ ആ പ്രവൃത്തി ചെയ്തവർക്ക് തന്നെ തിരിച്ചു വന്ന് അവരെ തന്നെ നാശത്തിന് കാരണമായി തീരും എന്നും നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ ആരാണിപ്പോൾ യഥാർത്ഥ ഉത്തമ ഭക്തിയുള്ള ആൾക്ക് കൊമ്പും പാലൊന്നും ഉണ്ടാവില്ലല്ലോ, ബാഹ്യമായി നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും പ്രയറിൽ വന്ദിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്ദിക്കാൻ പോകരുത്. മഹനിന്ദയ്ക്ക് പ്രതിവിധിയില്ല എന്നർത്ഥം. ഈശ്വരനോട് അപരാധം ചെയ്താൽ ഭഗവാനെ സംസ്ഥാപരാധം പൊറുക്കണമെന്ന് പറഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കും. അതുകൊണ്ട് ആ അംബരീഷനെ പോലെയുള്ള ഉത്തമ ഭക്തി ഒന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പരിശ്രമിക്കുകയും ചെയ്യണം. ഭഗവാന്റെ അപാരമായ വാത്സല്യം കൊണ്ട് വാസ്തവത്തിൽ നമുക്കൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനൊരു സത്രം ഒരുക്കി തരിക സ്വാമിജി. ഇവിടെ വന്ന് ഉച്ചത്തിൽ നമുക്ക് പറയുന്ന എനിക്ക് ഉച്ചത്തിൽ ചിന്തിക്കാൻ കഴിയാം, നിങ്ങൾക്കും ഇരുന്ന് ചിന്തിക്കാൻ കഴിയും. കൂട്ടായിരുന്ന് നമുക്കുടെ സാധനയാണ്, നമുക്കൊരു മനനമാണ്. നമ്മൾക്ക് എന്തൊക്കെയാണ് പോരായ്മകൾ, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ് തിരിച്ചറിഞ്ഞ് നമ്മൾക്കും നമ്മുടെ ലക്ഷ്യമാകുന്ന ആ ഉത്തമമായ ഭക്തിയുടെ അവസ്ഥയിലേക്ക് ഉയരാൻ അങ്ങനെ തത്വചിന്തനത്തിന് ഒരവസരം ഒരുക്കിയിരുന്ന അഭിവന്ദ്യ ഭൂമാനന്ദ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും വാക്കുകളെ സമർപ്പിക്കാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.